രാമായണത്തിൻ്റെ ബഹുസ്വരത എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ നാം ആദ്യം ഓർക്കേണ്ട ഒരു പേര് സംശയരഹിതമായും എ.കെ. രാമാനുജൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ പാഠപുസ്തകം ഡൽഹി സർവകലാശാല നിരോധിക്കുകയുണ്ടായി, പിൻവലിക്കുകയുണ്ടായി. അതിൻ്റെ പേര് 300 രാമായണങ്ങൾ എന്നാണ്. അതുകൊണ്ടാണത് പിൻവലിക്കപ്പെട്ടത്. രാമായണം ഒരു ഏകപാഠമല്ലെന്നും രാമായണം ഒരു വ്യാഖ്യാന ഭേദങ്ങൾ മാത്രമല്ലെന്നും രാമായണം ഭിന്ന കഥനങ്ങളാണ് എന്നും പറയാനാണ് രാമാനുജൻ ആ പ്രബന്ധത്തിൽ മുഖ്യമായും ശ്രമിച്ചത്. രാമായണ ഏകപാഠാണ് എന്ന് വരുത്താനും അത് ഒരുപക്ഷെ തുളസീദാസും ഭക്തിപ്രസ്ഥാനവും ജന്മം നൽകിയ ദൈവാവതാരമായ രാമനെ മുൻനിർത്തുന്ന ഒരു രാമായണമാണ് എന്ന് നമ്മെ ധരിപ്പിക്കാനും അതിനു മുമ്പിൽ വിനീത ഭക്തരായി നിലയുറപ്പിക്കുകയാണ് നാം ചെയ്യേണ്ടത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താനും വളരെ കൂടുതൽ ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലത്ത് രാമായണം അങ്ങനെ ഒന്നല്ല എന്ന് പറയാനുള്ള വളരെ ബലിഷ്ഠമായ ശ്രമമായിരുന്നു രാമാനുജൻ്റേത്. വാസ്തവത്തിൽ അത് പുതിയതൊന്നുമല്ല. ഫാദർ കാമിൽ ബുൽക്കയുടെ അതിപ്രസിദ്ധമായ പഠനം 1950 പുറത്തു വന്നത്. കേരള സാഹിത്യ അക്കാദമി 1974 75 മറ്റോ ആണ് അഭയദേവിൻ്റെ വിവർത്തനത്തിലൂടെ അത് മലയാളത്തിലും കൊണ്ടുവന്നത്. അത് പുറത്തു വന്ന കാലത്തോ അതിൻ്റെ മലയാള പരിഭാഷ വന്ന കാലത്തോ ഒന്നും അതാരെയും അലോസരപ്പെടുത്തിയിരുന്നില്ല. രാമായണത്തിന് എത്രയോ ഭിന്ന ഭിന്നങ്ങളായ പാഠങ്ങളുണ്ടെന്നും അത് ഏതെല്ലാം വ്യത്യസ്ത വിധാനങ്ങളിൽ ജീവിക്കുന്നു എന്നും ഒരുപക്ഷെ ഇനി ആർക്കും തേടിപ്പോകാൻ പറ്റാത്ത അത്രയും വിശദാംശങ്ങളിൽ തേടിക്കണ്ടെത്തിയ പുസ്തകമായിരുന്നു കാമിൽ ബുൽക്കയുടെ ഗവേഷണ പ്രബന്ധം കൂടിയായ രാമകഥ. രാമായണം എന്നല്ല കേട്ടോ, രാമകഥ എന്നാണ്. രാമകഥയ്ക്ക് കൈവന്ന ഭിന്ന ഭിന്നങ്ങളായ ആഖ്യാനങ്ങളെയാണ്, ചിലതിനെയാണ് രാമായണം എന്ന് പറഞ്ഞു പോരുന്നത്. ആ പേരിലല്ലാതെയും രാമകഥ ലോകത്തൊരുപാട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആദിമൂലം രാമായണമല്ല, ആദിമൂലം രാമകഥയാണ്. ആ രാമകഥയ്ക്ക് ഇന്ത്യയിലുടനീളം പല പ്രകാരങ്ങളിൽ പ്രചാരമുണ്ട്. അത് ഇന്ത്യക്ക് പുറത്ത് ധാരാളം പ്രചരിച്ചിട്ടുണ്ട്. അങ്ങനെ അതിവിപുലമായി സഞ്ചരിച്ച രാമകഥയ്ക്ക് കിട്ടിയ ആഖ്യാന രൂപങ്ങളിൽ ഒന്നിനെയാണ് രാമായണം എന്ന് നാം വിളിച്ചു പോരുന്നത്. അതുകൊണ്ട് രാമായണവും രാമകഥയും ഒന്നാണ് എന്ന് കരുതിക്കൂടാ. ബർമ്മയില്, ജാവയില്, ഇന്തോനേഷ്യയില്, സുമാട്രയില്, ജപ്പാനില്, ചൈനയില് ഒക്കെ രാമകഥ ഭിന്ന രൂപത്തിൽ നിലനിൽക്കുന്നു. ഭിന്ന സമൂഹങ്ങൾ കൊണ്ടാടുന്നു. ആ ഭിന്ന സമൂഹങ്ങൾ ഭിന്ന പ്രകാരങ്ങളിൽ അതിനെ മനസ്സിലാക്കുന്നു. തായ്ലൻഡിൽ രാമകഥ ഒരു യുദ്ധകഥയാണ്. അതിൽ ഭക്തിയും അവതാരങ്ങളും അതിൻ്റെ അവതാര ദൗത്യങ്ങളും ഒന്നുമല്ല പ്രധാനം. തമ്മിൽ പോരടിച്ചുകൊണ്ടിരുന്ന രാജവംശങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച രാമകഥയായിരുന്നു തായ്ലൻഡിലെ രാമകഥ. അതുകൊണ്ട് പൊരുതി ജയിച്ചവരുടെ വീരസാഹസത്തിൻ്റെ കഥയായിട്ടാണ് രാമൻ്റെയോ സീതയുടെയോ കൂടിച്ചേരലിൻ്റെയോ പിരിയലിൻ്റെയോ ഒന്നും കഥയായിട്ടല്ല തായ്ലൻഡിൽ അത് നിന്നത്. ഇന്ത്യയിലും ധാരാളം പാഠാന്തരങ്ങളുണ്ട് പല പേരുകളിൽ. അങ്ങനെ പല പേരുകളിൽ, വാസ്തവത്തിൽ വൈലോപ്പിള്ളി പറഞ്ഞതുപോലെയാണ്, പല വേഷത്തിൽ പല ദേശത്തിൽ പല പല ഭാഷയിൽ നിങ്ങൾക്ക് അധിപ്പു എന്നേ രാമായണത്തെക്കുറിച്ച് പറഞ്ഞുകൂടും. അത് ഈ പല ദേശത്തിൽ നിന്ന്, പല വേഷങ്ങളിൽ നിന്ന്, പല പല ഭാഷകളിൽ നിന്ന് ഒരൊറ്റ ആദിമൂലത്തിലേക്കും ആദിപാഠത്തിലേക്കും കൊണ്ടുവന്ന് കെട്ടി ബാക്കിയെല്ലാം ഈ ഭിന്ന പാഠങ്ങളെല്ലാം ഈ ആദിപാഠത്തിൻ്റെ വ്യാഖ്യാനങ്ങളാണ്, പാഠഭേദങ്ങളാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ഇന്ന് വൈജ്ഞാനികമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട അട്ടിമറികളിലൊന്ന്. വാൽമീകി രാമായണത്തിൻ്റെ വ്യാഖ്യാനങ്ങളും പാഠഭേദങ്ങളും മാത്രമല്ല ലോകമെമ്പാടുമുള്ള രാമകഥ. വാൽമീകി രാമായണത്തിന് മുമ്പ് തന്നെ രാമകഥയുടെ ബീജരൂപം പല രൂപത്തിൽ പല സമൂഹങ്ങൾ കൊണ്ട് നടന്നിട്ടുണ്ട്. അത് ചരിത്രത്തിൽ നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ കാലം ഈ ഭിന്ന പാഠങ്ങളെ അല്ല, ഏകപാഠമായ രാമായണത്തെക്കുറിച്ചുള്ള ബോധ്യത്തെയാണ്
ഇപ്പോൾ പ്രബലമായി കാണുന്നത്. അതിപ്പോൾ തുടങ്ങിയതല്ല. ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൽ ആധുനികമായ ഒരു പാഠസംസ്കാരം സങ്കല്പം നിലവിൽ വന്നപ്പോൾ തന്നെ രാമായണം വാൽമീകി രാമായണമായി, വാൽമീകിയുടെ പാഠമായി മനസ്സിലാക്കപ്പെടുന്ന വീക്ഷണഗതിക്ക് ശക്തി കൂടി. അത് പലരും പറയുകയും വിശദീകരിക്കുകയും ചെയ്ത് അത് ഉറയ്ക്കുകയും ചെയ്തു. വാൽമീകി രാമായണം എന്ന പേരിൽ നമ്മുടെ ബോധത്തിൽ ഇടം പിടിച്ചതാകട്ടെ വാൽമീകിയുടെ പേര് മാത്രമാണ്, വാൽമീകി രാമായണമല്ല. അതുകൊണ്ടാണ് കുട്ടിക്കൃഷ്ണമാരാര് വാൽമീകിയുടെ രാമൻ ആരായിരുന്നു എന്ന ചോദ്യം ചോദിക്കുകയും നിങ്ങളുടെ ഭക്തിയൊക്കെ മാറ്റിവെച്ചിട്ട്, നിങ്ങളുടെ പൂജയൊക്കെ മാറ്റിവെച്ചിട്ട് ഈ ടെക്സ്റ്റിൻ്റെ ഉള്ളിലേക്ക് നോക്കണം, അപ്പം നിങ്ങൾ വേറൊരു രാമനെ കാണും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തത്. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഇങ്ങനെ പറയേണ്ടിയിരുന്നോ എന്ന് തോന്നുകയും ശരണാഗതിയിൽ അദ്ദേഹം ഇതേ പേരിൽ വേറൊരു ലേഖനം എഴുതുകയും ചെയ്തു. അതുകൊണ്ട് ഏത് ലേഖനം വായിക്കണം എന്നുള്ളത് നമ്മുടെ യുക്തി അനുസരിച്ചിരിക്കും. ആദ്യത്തെ രാമനെ വായിക്കണോ രണ്ടാമത്തെ രാമനെ വായിക്കണോ? എന്തായാലും ഈ രണ്ടും നടന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഓരോ ഘട്ടത്തിലും ഇത് സംഭവിക്കും. ഇപ്പോൾ മഹാഭാരതം, ഇപ്പോൾ ഭഗവത്ഗീതയുടെ വ്യാഖ്യാനമായിട്ട് മഹാഭാരതത്തെ കാണണമെന്നും ഭഗവത്ഗീതയുടെ തത്വം ഒരു കഥാരൂപത്തിൽ വിവരിക്കലാണ് മഹാഭാരതം ചെയ്യുന്നത് എന്നുമൊക്കെ ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നു. അരവിന്ദ ഘോഷ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മഹാഭാരത ഇറ്റ് ഈസ് ഓൺലി ആൻ എപ്പിക് കമൻട്രി ഓഫ് ഭഗവത്ഗീത എന്ന് പറയും. ഭഗവത്ഗീതയുടെ ഒരു ഇതിഹാസ രൂപമാർന്ന വ്യാഖ്യാനം മാത്രമാണ് മഹാഭാരതം എന്ന് പറയുന്ന ചെറിയ ആളല്ല, അരവിന്ദ ഘോഷാണ്. ഞാൻ അടുത്തിടയ്ക്ക് ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ വീണ്ടും വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, അമർത്യാസൻ നമ്മൾ പ്രതീക്ഷിക്കാത്ത മട്ടിൽ, ഒരുപക്ഷെ ഒരു കൊല്ലം മുമ്പ് ആലോചിക്കാൻ പോലും ഇടയില്ലാത്ത മട്ടിൽ ഇന്ത്യയിൽ സെൻസർ ചെയ്യപ്പെട്ട ഒരാളായി കഴിഞ്ഞു. അതുകൊണ്ട് ഈ പ്രഭാഷണമൊക്കെ ഇനി എത്ര കാലം ബാക്കിയുണ്ടാവും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അമർത്യാസന് സംസാരിക്കാൻ പറ്റാത്ത ഒരു ഇന്ത്യ രൂപപ്പെട്ടിരിക്കുന്നു. അമർത്യാസൻ ആ പുസ്തകത്തിൽ ഇന്ത്യയുടെ അടിസ്ഥാന വിശേഷണമായിട്ട് എഴുതിയതാണ് ആർഗ്യുമെന്റേറ്റീവാണ്. നിങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ചോദ്യങ്ങളിലൂടെ ഇന്ത്യ അതിൻ്റെ സെക്യുലർ ട്രഡീഷനെ, അതിൻ്റെ ഡെമോക്രാറ്റിക് ട്രഡീഷനെ ഒക്കെ രൂപപ്പെടുത്തി എന്നാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം മുഖ്യമായും പറയുന്ന ഒരു കാര്യം. ആ അമർത്യാസൻ നിശബ്ദനാവുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം, നിശബ്ദനാക്കപ്പെടുന്നു എന്നുള്ളത്. അമർത്യാസൻ ഈ പുസ്തകത്തിൽ കൗതുകമുള്ളൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ഭഗവത്ഗീത മുഴുവൻ വായിക്കൂ. ഭഗവത്ഗീത മുഴുവൻ വായിച്ചതിന് ശേഷം നിങ്ങൾ മഹാഭാരതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. മഹാഭാരതത്തിൽ ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞ ഉത്തരങ്ങളെക്കാൾ മഹാഭാരതത്തിൽ ഗീതയിൽ അർജുനൻ ചോദിച്ച ചോദ്യങ്ങളാണ് ജയിച്ചു നിൽക്കുന്നത്. സ്വജനം ഹി കഥം ഹത്വ സുഖിനശ്യാമ മാധവ. ഈ കണ്ടവരെ മുഴുവൻ കൊന്നിട്ട് നേടുന്ന വിജയത്തിന് എന്തർത്ഥം കൃഷ്ണ എന്ന ചോദ്യം മഹാഭാരതത്തിന്റെ അവസാനമുണ്ട്. ഒരർത്ഥവും ഇല്ല. അദ്ദേഹം പറയുന്നുണ്ട്, കൃഷ്ണൻ പറഞ്ഞ എല്ലാ ഉത്തരവും പാഴായിപ്പോയി. ജയിച്ചത് അർജുനന്റെ ചോദ്യമാണ്. യുദ്ധം കൊണ്ടൊരർത്ഥമില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു കൗതുകമുള്ള കാര്യം, ഇപ്പോ ഗീതയിലൂടെ മഹാഭാരതം വായിക്കുകയാണ് നാം പൊതുവെ ചെയ്യുന്നതെങ്കിൽ മഹാഭാരതത്തിലൂടെ ഗീത വായിക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഗീത പരാജയപ്പെട്ട ഒരു പുസ്തകമാണ്, ഗീത ജയിച്ചൊരു പുസ്തകമല്ല. ഈ ആത്മാവിൻ്റെ അനശ്വരതയെക്കുറിച്ചും ശരീരത്തിൻ്റെ നശ്വരതയെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് അന്തിമമായി നേടിയ യുദ്ധവിജയത്തിൻ്റെ അർത്ഥം എന്തായിരുന്നു? അത് സർവനാശം മാത്രമായിരുന്നു. ആ സർവനാശത്തിൻ്റെ കഥയാണ് മഹാഭാരതം പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഗീത കൊണ്ട് മറച്ചു വയ്ക്കപ്പെട്ട ഒരു മഹാഭാരതമുണ്ട്. അതുപോലെ ഈ ഭക്തിപ്രസ്ഥാനം ജന്മം നൽകിയ രാമായണ രാമപരിവേഷങ്ങൾ കൊണ്ട്, സങ്കല്പങ്ങൾ കൊണ്ട് മറച്ചു വയ്ക്കപ്പെട്ട രാമായണത്തിൻ്റെ ഒരു ബഹുജീവിതമുണ്ട്. ആ ബഹുജീവിതം വാസ്തവത്തിൽ നാം മനസ്സിലാക്കേണ്ടതാണ്. അത് വാൽമീകി രാമായണത്തെ നിഷേധിക്കാനോ രാമനെന്ന ഒരു വലിയ നായകന്റെ മഹത്വത്തെ അതിനെ മുൻനിർത്തി ഇന്ത്യക്കാർ വികസിപ്പിച്ചു കൊണ്ടുവന്ന വലിയ വലിയ ജീവിത സങ്കല്പങ്ങളെ, ധാർമ്മിക ബോധ്യങ്ങളെ, മൂല്യങ്ങളെ ഒക്കെ തകർക്കാനൊന്നും വേണ്ടിയിട്ടല്ല. പക്ഷെ അത് മാത്രമായിരുന്നില്ല രാമായണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതിനുള്ള വലിയ പരിശ്രമമായിരുന്നു വാസ്തവത്തിൽ ഈ എ.കെ. രാമാനുജൻ നടത്തിയത്. അദ്ദേഹം തൻ്റെ പഠനത്തിൽ കൗതുകമുള്ളൊരു കാര്യം പറയുന്നുണ്ട്. രാമായണത്തിൻ്റെ ബഹുത്വത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും തടുക്കാൻ കഴിയാത്തൊരു പ്രലോഭനം അധ്യാത്മരാമായണത്തിലെ ഒരു സന്ദർഭമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതെന്താന്ന് വെച്ചാൽ, സീത രാമനോടൊപ്പം കാട്ടിൽ പോവാൻ തുനിയുന്നു. അപ്പോൾ രാമൻ അത് വിലക്കുന്നു.
സീത പിന്നെയും താൻ രാമനോടൊപ്പം വരും എന്ന് പറയുന്നു. രാമൻ ശക്തമായി അത് വിലക്കുന്നു. അങ്ങനെ വിലക്കുന്ന സമയത്ത് സീത ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് എഴുത്തച്ഛനും അത് എഴുതിയിട്ടുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ്: രാമായണങ്ങൾ പലതും കവിവര രാമോദമോടെ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ, ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ. രാമായണങ്ങൾ പലതും കവിവര രാമോദമോടെ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. എത്രയോ രാമായണങ്ങൾ ഞാൻ പാടിക്കേട്ടു. അതിലെവിടെയെങ്കിലും സീതയുടെ കൂടെയല്ലാതെ രാമൻ കാട്ടിൽ പോയോ? സീതയുടെ കൂടെയല്ലാതെ കാട്ടിൽ പോയ രാമന്റെ കഥ ഏതെങ്കിലും രാമായണത്തിൽ നീ കേട്ടോ എന്ന് ചോദിച്ചത് അധ്യാത്മരാമായണം എഴുതിയ കവിയാണ്. അതുകൊണ്ട് അധ്യാത്മരാമായണ കാലമാകുമ്പോഴേക്കും രാമായണങ്ങൾ പലതും കവിവര രാമോദമോടെ പറഞ്ഞു, അത് കേട്ടു. ഇങ്ങനെ കവിവരർ പാടിപ്പൊലിപ്പിച്ച രാമായണത്തെക്കുറിച്ച് നമ്മുടെ മുമ്പിലുള്ള അധ്യാത്മരാമായണം തന്നെ പറഞ്ഞിട്ടുണ്ട്. എത്രയോ രാമായണങ്ങൾ വാസ്തവത്തിൽ ഭിന്ന ഭിന്നങ്ങളായ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ ഒരു നാടോടി കഥ രാമാനുജൻ ഉദ്ധരിക്കുന്നുണ്ട്. രാമാനുജൻ പറയുന്നത്, മഹായുദ്ധത്തിനെല്ലാം ശേഷം, രാമനും രാവണനും തമ്മിൽ അരങ്ങേറിയ മഹായുദ്ധത്തിന് ശേഷം ഹനുമാൻ ഒരു മലമുകളിൽ ഇരുന്ന് എഴുതിയതാണ് രാമായണം. ഒരു നാടോടി കഥയാണ്. രാമായണത്തെക്കുറിച്ച് അങ്ങനെ നൂറുകണക്കായ നാടോടി ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ. അതിലൊന്ന് ഹനുമാൻ എഴുതിയതാണ് രാമായണം. അങ്ങനെ എഴുതിയിട്ട് ഹനുമാൻ അത് പലതായി ചീന്തി എറിഞ്ഞു അത്രേ. അങ്ങനെ പലതായി ചീന്തി എറിഞ്ഞതിൽ ഒരു ഭാഗമാണ് നമ്മുടെ രാമായണമായി നമുക്ക് മുമ്പിലുള്ളത്. അത് രാമായണത്തിന്റെ ഒരു ചെറിയ ഭാഗം. ഇത് ഇന്ത്യയിൽ പ്രചരിക്കുന്ന രാമായണ ഐതിഹ്യങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് ഇന്നറിയുന്നതിൻ്റെ പല മടങ്ങ് വലിപ്പത്തിലുള്ള ഒരു രാമായണം ഉണ്ടായിരുന്നു എന്നൊരു നാടോടി ഐതിഹ്യം. ഇത് രാമായണത്തിന് മാത്രമല്ല, മഹാഭാരതത്തിനുണ്ട് ഇതുപോലെ. ഇപ്പൊ മഹാഭാരതം അടുത്ത കാലത്ത് എം ടി വാസുദേവൻ നായർ രണ്ടാം ഊഴത്തിന് മഹാഭാരതം എന്ന് പേരിടാമോ എന്ന വലിയൊരു ചോദ്യം വന്നല്ലോ. എന്തോ ഗഹനമായ പ്രശ്നമാണ് എന്ന മട്ടിൽ. നോക്കൂ, മഹാഭാരതം എന്ന പേരിൽ നാം ഇന്ന് അറിയുന്നതിൽ ഏതാണ് മഹാഭാരതം? ഇപ്പൊ വ്യാസൻ തന്നെ മഹാഭാരതത്തിൽ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ 5 ശിഷ്യന്മാരെ അദ്ദേഹം മഹാഭാരതം പഠിപ്പിച്ചു എന്നാണ്. വൈശമ്പായനൻ, അദ്ദേഹത്തിന്റെ മകനായ ശുഗൻ, സുമന്തു, പൈലൻ, അതുപോലെ ജൈമിനി, ഇങ്ങനെ 5 പേരെ. അതിൽ വൈശമ്പായനനാണ് ജനമേജയന്റെ സർപ്പസത്രവേദിയിൽ വന്ന് മഹാഭാരതം ആലപിച്ചത്. ആ മഹാഭാരത പാഠമാണ് അവിടെ ഉണ്ടായിരുന്ന ഉഗ്രസ്രവസ് കേട്ട് പിന്നെ ശൗനകാദി മുനിമാരോട് പാടിക്കൊടുത്തുവെന്നും അതാണ് നാം കേൾക്കുന്നത് എന്നുമൊക്കെയാണ് ഐതിഹ്യം. ഇങ്ങനെ ഒരു പാഠമാണ് നമ്മുടെ മുമ്പിലുള്ളതെങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വ്യാസശിഷ്യനായ ജൈമിനിയുടെ മഹാഭാരത പാഠം ലഭ്യമാണ്. പൂർണ്ണരൂപത്തിലല്ല, അതിൻ്റെ അശ്വമേധപർവം. അശ്വമേധപർവം ജൈമിനി വ്യാസശിഷ്യനാണ്. വ്യാസശിഷ്യനായ ജൈമിനിയുടെ മഹാഭാരതത്തിൽ അശ്വമേധപർവത്തിൽ നോക്കിയാൽ അശ്വമേധപർവത്തിലെ നായകന്മാർ കൗരവരാണ്, പാണ്ഡവരല്ല. വ്യാസശിഷ്യന്റെ കഥയാണ് കേട്ടോ, കൗരവരാണ്. കൗരവരെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടാണ് ഈ ജൈമിനിയുടെ മഹാഭാരതം നിലനിൽക്കുന്നത്. പാണ്ഡവ കേന്ദ്രിതമല്ല, കൃഷ്ണ കേന്ദ്രിതമല്ല. അതുകൊണ്ട് വ്യാസന്റെ കാലത്ത് തന്നെ മഹാഭാരതത്തിന് ഈ ഭിന്ന പാഠങ്ങളുടെ ഒരു ചരിത്രമുണ്ട്. ഈ ഹനുമാൻ ഒരു മഹാഗ്രന്ഥം എഴുതി, അത് പലതായി ചിന്തി എറിഞ്ഞ് അതിലൊരു കഷ്ണം നമുക്ക് ലഭിച്ച രാമായണമായി എന്നതുപോലെ മറ്റൊരു ഐതിഹ്യം മഹാഭാരതത്തെ മുൻനിർത്തിയുമുണ്ട്. അതെന്തെന്ന് വെച്ചാൽ 60 ലക്ഷം ശ്ലോകങ്ങളുള്ള ഒരു മഹാഗ്രന്ഥമാണ് ഈ വ്യാസൻ എഴുതിയതെന്നും അതിൽ 30 ലക്ഷം ദേവന്മാർക്ക് വേണ്ടി, 15 ലക്ഷം ഗന്ധർവന്മാർക്ക് വേണ്ടി, 14 ലക്ഷം യക്ഷന്മാർക്കും രാക്ഷസന്മാർക്കും വേണ്ടി, 1 ലക്ഷം മനുഷ്യന് വേണ്ടി എന്നാണ്. മനുഷ്യൻ 1 ലക്ഷമായത് നമ്മുടെ ഒരു ആശ്വാസം. എന്നിട്ട് തന്നെ ഇത് പറഞ്ഞു തീരണില്ല. 60 ലക്ഷമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? 1 ലക്ഷം മനുഷ്യന് വേണ്ടി. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഐതിഹ്യങ്ങൾ ഉണ്ടാവുന്നത്? 60 ലക്ഷമാണ്, ഹനുമാൻ എഴുതിയിട്ട് ചിന്തി എറിഞ്ഞതിൽ ഒരു കഷ്ണമാണ് എന്നൊക്കെയുള്ള ഐതിഹ്യങ്ങളുടെ പുറകിലുള്ള താല്പര്യം എന്താണ്? നമ്മുടെ കയ്യിൽ വന്ന പാഠങ്ങളുടെ ഒരു പാഠത്തിലല്ല ഈ കൃതി നിൽക്കുന്നത്. അനന്തമായ പാഠങ്ങൾ, പാഠാന്തരങ്ങൾ ഈ കൃതികളെ ചുറ്റിപ്പറ്റി ഉണ്ട് എന്ന തിരിച്ചറിവിന് പ്രതീകാത്മകമായ ഒരു ആവിഷ്കാരം നൽകുന്നതാണ് വാസ്തവത്തിൽ ഇത്തരം കഥകളൊക്കെ. ഇതൊരു പാഠമല്ല, അനന്തമാണ്. അതുകൊണ്ട് നിങ്ങൾ കാണുന്ന ഏതു പാഠവും വ്യാസൻ എഴുതിയ ഈ 60 ലക്ഷത്തിൽ എവിടെയെങ്കിലും വരും.
നിങ്ങൾ കാണുന്ന ഏത് രാമായണവും ഹനുമാൻ എഴുതി ചിന്തി എറിഞ്ഞതിൻ്റെ ഏതോ ഭാഗമായി തീരും എന്ന് പ്രാചീനമായ ഒരു വിവേകം, പ്രാചീനമായ ഒരു വകതിരിവ് നമ്മുടെ പൂർവിക സമൂഹം വച്ചു പുലർത്തിയതാണ് ഈ പെരുപ്പങ്ങളെ കുറിച്ചുള്ള ഐതിഹ്യ രൂപങ്ങളായി നമ്മുടെ മുമ്പിൽ വരുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രാമായണത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ഇത്തരം നാടോടി ഐതിഹ്യങ്ങളിൽ തന്നെ മഹാഭാരതത്തിന്റെ 60 ലക്ഷം ശ്ലോകങ്ങൾ വരുന്ന ബൃഹദ് രൂപത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ തന്നെ വാസ്തവത്തിൽ ഈ കൃതികളുടെ അതിവിപുലമായ ഒരു ജീവിതം സൂചിതമാകുന്നുണ്ട്. അതിൻ്റെ ഏകാത്മകതയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ ആ കൃതികൾ തന്നെ നിരസിക്കുന്നതിൻ്റെ തെളിവാണ് വൈശമ്പായന പാഠത്തിന് സമാന്തരമായുള്ള ജൈമിനിയുടെ പാഠവും, അതുപോലെ അധ്യാത്മരാമായണം സ്വയമേവ പറയുന്ന രാമായണങ്ങൾ പലതും കവിവര രാമോദമോടെ പറഞ്ഞു എന്ന അധ്യാത്മരാമായണത്തിലെ തന്നെ പ്രസ്താവനയും. ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് രാമായണത്തെയോ മഹാഭാരതത്തെയോ പോലുള്ള കൃതികളെ അവ ഏകരൂപത്തിൽ നിലനിൽക്കുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ അവയെക്കുറിച്ചുണ്ടാക്കാവുന്ന ഏറ്റവും തെറ്റായ ഒരു ധാരണയാണ്. രാമായണവും മഹാഭാരതവും നമ്മുടെ ഇതിഹാസങ്ങളാണ് എന്ന് പൊതുവെ പറയും. വാസ്തവത്തിൽ ഇതിഹാസം എന്ന് പറയുമെങ്കിലും മഹാഭാരതത്തിൻ്റെ ഇതിഹാസ പ്രകൃതം രാമായണത്തിനില്ല. രാമായണം താരതമ്യേന, അത് ഞാൻ പിന്നാലെ കുറച്ച് വിശദമായിട്ട് പറയാം. രാമായണത്തെ മറ്റൊരു രൂപത്തിലാണ് നാം ഒക്കെ വിളിച്ചു പോരുന്നത് ആദികാവ്യം എന്നാണ്. ആദികാവ്യം എന്നാണ്. അത് കാവ്യമായിട്ടാണ്, ഇതിഹാസമായിട്ടല്ല. ഇതിഹാസത്തിലുള്ളത് ജീവിതത്തിൻ്റെ എല്ലാ പടപ്പുകളും അതിൻ്റെ എല്ലാ സഞ്ചാരങ്ങളും ഇതിഹാസത്തിനകത്തുണ്ട്. അത്തരം ഒരു സഞ്ചാരം താരതമ്യേന രാമായണത്തിലില്ല എന്ന് പറയണം. രാമായണം ജീവിതത്തെ ഏതാണ്ട് നേർക്ക് നേർ നോക്കുന്നു. രാമായണം കവിതയായിരിക്കുന്നു. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാവ്യമാണ് രാമായണം. ഗാന്ധിജി പറയുന്നൊരു കാര്യമുണ്ട്, രാമായണത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വാസ്തവത്തിൽ ഒരു വാക്കേ ഉള്ളൂ എന്ന് പറയും. ആ ഒരു വാക്ക് മനസ്സിലാവണം, അത് അരുത് എന്നാണ്. അരുത്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ലോകത്ത് നിങ്ങൾ തെരഞ്ഞു പോയാൽ ഇങ്ങനെ അരുത് എന്നൊരു വിലക്കോടെ ആരംഭിക്കുന്ന മറ്റൊരു കാവ്യം കാണാൻ കഴിയില്ല. അരുത് എന്നാണ്. എന്തിനോടാണ് അരുത് എന്ന്? ഹിംസയോടാണ്. ഹിംസയോടാണ് കേട്ടോ. ക്രൗഞ്ചമിഥുനങ്ങളിലൊന്ന് അമ്പേറ്റ് വീഴുന്നു. കാട്ടാളനായ രത്നാകരൻ അത് കാണുന്നു. കാട്ടാളൻ കവിയായിത്തീരുന്നു. കാട്ടാളനെ കവിയാക്കിയത് കരുണയാണ്. ആ കാരുണ്യത്തിന്റെ പ്രവാഹമാണ് കവിതയായി തീർന്നത്. കവിയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ നിർവചനം വന്നത് ഇവിടെ നിന്നാണ്. കാളിദാസന്റെ രുദിതാനുസാരി കവി. കരച്ചിലിന്റെ പുറകെയുള്ള പോക്കാണ് കവിത. കരുണയുടെ സഞ്ചാരമാണ്. വാസ്തവത്തിൽ ഇന്ന് രാമായണത്തിന്റെ പേരിൽ നമുക്ക് ഏറ്റവും നഷ്ടം വന്ന മൂല്യവും ഈ കരുണയാണ്. കരുണ നഷ്ടം വന്നു. ഈ കാരുണ്യത്തിന്റെ അനുഭവം നഷ്ടം വന്നു. അതുകൊണ്ടായി ഉത്തരരാമായണത്തിൽ എത്തുമ്പോഴേക്കും രാമന്റെ കഥ പറഞ്ഞ് തുടങ്ങി ഉത്തരരാമായണത്തിൽ എത്തുമ്പോഴേക്കും വാൽമീകി സീതയുടെ കഥയാവും പറയും. കാരണം സീതയെ അഗ്നിപരീക്ഷയ്ക്ക് വിധേയയാക്കാൻ തുടങ്ങുന്നതോടെ വാൽമീകി രാമനെ വിടും. വാൽമീകി പിന്നെ സീതയുടെ കൂടെയാണ്. കാരണം കരച്ചിലിന്റെ പുറകെയാണ്, കണ്ണീരിന്റെ പുറകെയാണ്. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ സീത കളങ്കിതയാണെങ്കിൽ ഞാൻ ഇക്കാലം അത്രയും ആർജിച്ച മുഴുവൻ തപശക്തിയും പാഴായി പോകട്ടെ. അങ്ങനെ തൻ്റെ തപശക്തി പാഴായി പോകട്ടെ എന്ന് പറഞ്ഞ് ഈ കണ്ണീരിനൊപ്പം നിൽക്കുന്ന ഒരു കവിയെ നാം ആദി കവിയായി സങ്കല്പിക്കുന്നു. ആ കരച്ചിലിന്റെ പിറകെയുള്ള അവസാനിക്കാത്ത യാത്രയെ ആദി കാവ്യമായി സങ്കല്പിക്കുന്നു. സങ്കല്പാണ്. അതിനു മുമ്പേ കവിത വന്നു, അതിനു മുമ്പേ മഹാഭാരത പാഠങ്ങൾ രൂപപ്പെട്ടു തുടങ്ങി. പക്ഷെ ഇതിനേക്കാൾ ഗംഭീരമായ ഒരു ആദികാവ്യ സങ്കല്പം സാധ്യമല്ല. കരച്ചിലിന്റെ പിന്നാലെ അങ്ങനെ കരുണയുടെ കവിതയായിട്ട് ഇത് മാറിത്തീർന്നു എന്നതാണ് വാസ്തവത്തിൽ ഈ ആദികാവ്യം എന്ന സങ്കല്പത്തിലുള്ള ഒരു വലിയ ആശയം. ആദ്യ ശ്ലോകം ജനിക്കുന്നു. ശ്ലോകം എന്ന വാക്ക് തന്നെ പലപ്പോഴും വിശദീകരിക്കപ്പെടാറുള്ളത് ശോകത്തിൽ നിന്ന് ജനിച്ചു, ദുഃഖത്തിൽ നിന്ന് ജനിച്ചു. ആദ്യ ശ്ലോകത്തെക്കുറിച്ച് വേറൊരു ശ്ലോകമുണ്ട് കേട്ടോ. യസ്യ ശോകാത് സമുത്പന്നം ശ്ലോകം ബ്രഹ്മാപി പൂജതി. ഏതു ദുഃഖത്തിൽ നിന്നാണോ ഈ ആദ്യ ശ്ലോകം ജനിച്ചത് അതിനെ ബ്രഹ്മാവ് പോലും പൂജിക്കും. പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവിന് വണങ്ങാനുള്ളത് എന്താണ്? അത് ഈ ശോകത്തെയാണ്. ഒരു കിളി വീഴുന്നു, കാട്ടാളൻ അത് കാണുന്നു, കാട്ടാളൻ കവിയായിത്തീരുന്നു. കരുണയാണ്.
കരുണയിലാണ് ദൈവം, കരുണയിലാണ് ഈശ്വരം, കരുണയിലാണ് മോക്ഷം. അതുകൊണ്ടാണ് നാരായണൂർ അവസാനം ദൈവത്തെ അനുകമ്പ എന്ന് വിളിച്ചത്. അനുകമ്പാ ദശകം. ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത്ത ചിന്തയും. കരികമ്പയാണ്. ഈ അനുകമ്പ ഇവിടെ നിന്ന് തുടങ്ങുന്നതല്ല, അത് വലിയ ഒരാശയത്തിന്റെ അലയാണ്. അത് ബുദ്ധനിൽ നിന്ന് തുടങ്ങുന്നു, രാമായണത്തിൽ അലയടിക്കുന്നു, അശോകനിൽ പടരുന്നു, ഇന്ത്യയുടെ ചരിത്രത്തിൽ പലയിടങ്ങളിലും അത് ജനിക്കുന്നു, ഭക്തകവികൾ പറയുന്നു. അങ്ങനെ പലരിലൂടെ സഞ്ചരിച്ച് ഇന്ത്യ ജന്മം നൽകിയ ഏറ്റവും മഹിതമായ ഒരാശയം നാരായണ ഗുരുവിൽ എത്തുന്നു. ഒരു പീഡ എറുമ്പിനും വരുത്തരുത്. ദൈവദശകത്തിൽ അവസാന ഭാഗത്ത് നിങ്ങളൊരു കാണും, ജയിക്കുക മഹാദേവ, ജയിക്കുക ദയാസിന്ധോ ദീനാവനപരായണ. ദയാസിന്ധു എന്ന് ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത് ഈ പ്രാചീനമായ കാരുണ്യത്തെക്കുറിച്ചുള്ള ഓർമ്മയുടെ ഇങ്ങേ അറ്റത്തെ ഒരു അലയായിട്ടാണ്. ഈ അലയുടെ ഉള്ളിലാണ് രാമായണം നിൽക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ അലയ്ക്കുള്ളിലാണ് രാമായണം. ചരിത്രപരമായി ബുദ്ധന് ശേഷം എഴുതപ്പെട്ട കാലമാണ്. ചരിത്രകാരന്മാർ പൊതുവെ പറയുന്നത് മൗര്യ സാമ്രാജ്യമുണ്ടാക്കിയ പ്രശാന്തതയുടെയും സ്വച്ഛതയുടെയും ഒരു ഘട്ടത്തിലാണ് രാമായണം എഴുതപ്പെട്ടത്. അതിൻ്റെ പ്രധാനപ്പെട്ട ആശയ ക്രോഡീകരണങ്ങളൊക്കെ നടന്നത് ആദർശനിഷ്ഠമായ, വളരെ വളരെ ഭദ്രമായ, ധർമ്മബദ്ധമായ ജീവിതത്തെക്കുറിച്ചുള്ള വാൽമീകിയുടെ ഭാവനയുടെ പ്രഭവം മൗര്യ സാമ്രാജ്യത്തിൻ്റെ ധർമ്മദീക്ഷയായിരുന്നു എന്ന് പൊതുവെ കരുതുന്നുണ്ട്. മഹാഭാരതം അതല്ല. മഹാഭാരതം മൗര്യ സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷമുണ്ടായ ശാകന്മാര്, കുശാനന്മാര്, ഇൻഡോ പാർത്തിയന്മാര്, ബാക്ട്രിയൻ ഗ്രീസുകാര് തുടങ്ങിയ നാനാവിഭാഗങ്ങളുടെ കടന്നുവരവുകൾ, അത് ഉത്തരഭാരതത്തിലുണ്ടായ വലിയ കലക്കങ്ങൾ, ബ്രാഹ്മണധർമ്മവും ബുദ്ധധർമ്മവും തമ്മിലുള്ള വലിയ സംഘർഷങ്ങൾ, കുലഗോത്ര പാരമ്പര്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ, ആഭീരകന്മാരെ പോലെ പുറമേ നിന്ന് വന്ന ഗോത്രവിഭാഗങ്ങൾ, ഉത്തരഭാരതത്തിൽ നടത്തിയ പടപാച്ചിലുകൾ, ഇതെല്ലാം ചേർന്നുണ്ടാക്കിയ വലിയ കലക്കത്തിന്റെ നടുവിലാണ് മഹാഭാരതം രചിക്കപ്പെട്ടത്. ഈ കലക്കം മഹാഭാരതത്തിൽ ഉടനീളം കാണാം. ഒന്നും തെളിയുന്നില്ല, തെളിയുന്നിടത്തൊക്കെ വീണ്ടും കലങ്ങും. രാമായണം പക്ഷേ തുടക്കം മുതൽ ഒരു ധർമ്മദീക്ഷയുടെ ശരിയും തെറ്റും കറുപ്പും വെളുപ്പും പോലെ വേർതിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാലത്തെയാണ് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ രാമായണം അടയാളപ്പെടുത്തുന്നത്. അതുകൊണ്ട് ചരിത്രപരമായി രാമായണം ബുദ്ധനും ശേഷം വന്ന, ഒരുപക്ഷെ മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഘട്ടത്തിലെ പ്രശാന്തതയോട് ബന്ധപ്പെട്ട് നിലവിൽ വന്ന ഒരാശയമണ്ഡലത്തെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇങ്ങനെ ബുദ്ധനിൽ ആരംഭിക്കുന്ന ഇന്ത്യയുടെ ജീവിത ചരിത്രത്തിലെ അതിപ്രധാനമായ ഒരു മൂല്യത്തെ ആദ്യ വാക്കിൽ സംഗ്രഹിച്ചുകൊണ്ടാണ് രാമായണം നിലനിൽക്കുന്നത്. ഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ ആദ്യ വാക്കിലാണ് രാമായണം. അതുകൊണ്ട് ഞാൻ ഏറ്റവും അവസാനം പറയാൻ വെച്ച ഒരു കാര്യം കൂടി ഇപ്പൊ പറയാം. ഗാന്ധിജി രാമനെ കണ്ടത് എന്തായിട്ടാണ് എന്ന് ചോദിച്ചാൽ മര്യാദാ പുരുഷോത്തം, മര്യാദരാമൻ, അതായിരുന്നു ഗാന്ധിജിക്ക്. നമ്മുടെ ഭാഷയിൽ അങ്ങനെ ഒരു വാക്കുണ്ടായി, മര്യാദരാമൻ. പിന്നെ അതൊരു സിനിമാ പേരായി കേട്ടോ. അങ്ങനെയാണ്. ഫസ്റ്റസ് ട്രാജഡി ദെന്നസ് ഫാൾസ് എന്നാണ് മാർക്സ് പറഞ്ഞത്. ആദ്യം ദുരന്തമായി വരും, പിന്നെ കോമാളിത്തമായിട്ട് വരും. എല്ലാം അങ്ങനെയാണ്. മര്യാദരാമൻ, മര്യാദാ പുരുഷോത്തം. ഗാന്ധിജി പറയണ്ട ആരാണ് രാമൻ. വലിയ വാക്യങ്ങളാണ് ഗാന്ധിജി പറയുന്നുണ്ട്. എൻ്റെ രാമൻ അയോധ്യയിലെ രാജാവല്ല, ദശരഥപുത്രനല്ല, സീതാപതിയല്ല. എൻ്റെ രാമൻ എൻ്റെ മനസ്സിലെ അവസാനമില്ലാത്ത സത്യബോധത്തിൻ്റെ പ്രതീകമാണ്. സത്യബോധം, അവസാനമില്ലാത്ത സത്യബോധം. ആ അവസാനമില്ലാത്ത സത്യബോധമാണ് രാമൻ. രാമൻ എന്നുള്ള വാക്കിലുണ്ടല്ലോ, ആരാണ്? ലോകാനന്ദകാരിയാണ്, ലോകാരാമനാണ്. ത്യാഗരാജൻ ഹൃദയലിഞ്ഞു പാടും ജഗദാനന്ദകാരക. ആ വാക്കൊക്കെ കേൾക്കേണ്ടതാണ്. ജഗദാനന്ദകാരക. ഈ ലോകത്തിന് മുഴുവൻ, പഞ്ചരത്നകൃതികളിലൊന്നാണല്ലോ, ജഗദാനന്ദകാരകനായിട്ട് വരും. ലോകത്തിന് മുഴുവൻ ആനന്ദം പകരും. ഈ ആനന്ദം കൊണ്ട് നിങ്ങൾ രാമനായി തീരും. ഈ രാമന്റെ കഥയാണ് രാമായണം. രാമന്റെ കഥയാണ്. വാൽമീകി രാമായണത്തിൽ അങ്ങനെ തന്നെയാ പറയുക. പൊന്നസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ. ഗുണവാനായി, വീര്യവാനായി, സത്യവാക്കായി, ദൃഢവ്രതനായി, ധർമ്മിഷ്ഠനായി ആരൊരുവൻ ലോകത്തിലുണ്ട് എന്ന് ചോദിക്കും. ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് വാൽമീകിയോട് നാരദർ പറയുന്നത്, അങ്ങനെ ഒരുവൻ ദേവന്മാർക്കിടയിലില്ല, അങ്ങനെ ഒരുവൻ മനുഷ്യർക്കിടയിലുണ്ട്. ഇക്ഷാകുവംശത്തിലെ രാമൻ. ഇക്ഷാകുവംശത്തിലെ രാമൻ വരുന്നു, രാമന്റെ കഥ വരുന്നു. ലോകാനന്ദം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് രാമത്വം എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം ഇത് അവസാനിക്കും. ലോകാനന്ദകാരകനാണ്, ജഗദാനന്ദകാരകനാണ്.
നിർഭാഗ്യവശാൽ ഇന്ന് ഈ ജഗദാനന്ദം അതിൻ്റെ വിപരീതമായി. രാമന്റെ ചിത്രം നിങ്ങൾ തെരുവിൽ നോക്കിയാൽ ഈ ജഗദാനന്ദത്തിന്റെ ചിത്രമല്ലല്ലോ കാണാൻ. ആരുടെ നെഞ്ചിന് നേരെയോ കൊലച്ചു വെച്ച വില്ലുമായിട്ട് ഒരു പരാക്രമിയായ രാമൻ കാത്തു നിൽക്കുന്നു. ഇതായിരുന്നില്ല കേട്ടോ ഗാന്ധിയുടെ രാമൻ, ഇതായിരുന്നില്ല വാൽമീകിയുടെ രാമൻ. അങ്ങനെ ആ കൊലച്ചു വെച്ച അമ്പിൽ നിന്ന് പുറപ്പെട്ട ഒരു അമ്പേറ്റ്, വില്ലിൽ നിന്ന് പുറപ്പെട്ട അമ്പേറ്റ് വീണ കിളിയുടെ കരച്ചിലിൽ നിന്ന് രാമൻ ഉണ്ടായി. വീണ കിളിയിൽ നിന്നല്ല, എയ്ത കാട്ടാളനിൽ നിന്നുമല്ല, വീണ കിളിയുടെ കരച്ചിലിൽ നിന്ന്. ഗാന്ധിജി അങ്ങനെയാണ് ഈ രാമനെ കണ്ടത്. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സങ്കല്പമാണെങ്കിലും വാസ്തവത്തിൽ നമ്മുടെ സങ്കല്പത്തിന്റെ, കാവ്യസങ്കല്പത്തിന്റെ ചരിത്രത്തിലെ വലിയ ആവിഷ്കാരങ്ങളിൽ ഒന്നാണ് ഈ ആദികാവ്യം, ആദി ശ്ലോകം എന്നൊക്കെ പറയുന്നത്. യസ്യ ശോകാത് സമുത്പന്നം ശ്ലോകം ബ്രഹ്മാവി പൂജതി. ശോകത്തിൽ നിന്ന് ജനിച്ച ശ്ലോകം എന്ന് പറയുന്ന ഒരു ആശയം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാമായണവും മഹാഭാരതവും ഇതിഹാസങ്ങളാണ് എന്ന് പറയുമെങ്കിലും രാമായണം പൊതുവിൽ ഇതിഹാസ ഭാവനയുടെ വൈരുദ്ധ്യങ്ങളോ കലക്കങ്ങളോ ആന്തരിക സംഘർഷങ്ങളോ ഏറെയൊന്നും ഉൾക്കൊള്ളുന്ന കൃതിയല്ല. രാമന്റെ ചില ആന്തരിക സംഘർഷങ്ങൾ ഇല്ല എന്നല്ല, പക്ഷെ മഹാഭാരതം പ്രകാശിപ്പിക്കുന്നത് പോലെ മഹാഭാരതത്തിന്റെ അവസാനത്തിൽ വ്യാസന്റെ വിലാപമുണ്ടല്ലോ, ഊർധബാഹുർ വിരമേഷു നച കശ്ചിൽ ശൃണോതി മാം ധർമാദർത്ഥശ്ച കാമശ്ച സധർമ്മം കിംന സേവ്യത. ധർമ്മത്തിൽ നിന്ന് അർത്ഥം ജനിക്കുന്നു, ധർമ്മത്തിൽ നിന്ന് കാമം ജനിക്കുന്നു. പക്ഷേ ഈ ധർമ്മത്തെ ആരും പാലിക്കാത്തതെന്തേ? പാലിക്കപ്പെടാതെ പോകുന്നൊരു ധർമ്മത്തെക്കുറിച്ചാണ് വ്യാസന്റെ വിലാപം. ആ ധർമ്മം പരാജയപ്പെട്ടതിനെ കുറിച്ചാണ് വ്യാസവിലാപം. മഹാഭാരതം ഈ ധർമ്മപാലനത്തിനുള്ള നാനാതരം ശ്രമങ്ങളും അതിലെ അന്തിമമായ പരാജയത്തിൻ്റെയും കഥയാണ് പൊതുവെ പറയുന്നത്. അത് നാനാതരത്തിലുള്ള കൂടിക്കലരലുകൾ, നാനാതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ, സാമൂഹിക സംഘർഷങ്ങൾ, ഇതിനെയെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പറയാം. രാമായണത്തിന്റെ പ്രകൃതി അതല്ല. രാമായണവും മഹാഭാരതവും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ നമുക്ക് അവ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ വളരെ കൂടുതലുണ്ട് എന്ന് മനസ്സിലാവും. ഇപ്പൊ ഒന്നാമതായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാമായണം ആദർശാത്മകമായ ഒരു കാവ്യമായിട്ടാണ് സ്വയം നിലകൊള്ളുന്നത്. മഹാഭാരതമാകട്ടെ ആദർശങ്ങളും ജീവിത വീക്ഷണങ്ങളും ഒക്കെ സന്നിഗ്ധമായി തീരുന്ന ഒരു ചരിത്രാവതരണമായി, ഇതിഹാസമായി നിലകൊള്ളുന്നു. രാമായണത്തിൻ്റെത് പൊതുവെ പറഞ്ഞാൽ അലങ്കൃതമായൊരു ഭാഷയാണ്. കാവ്യഭാഷയുടെ അലങ്കാര രൂപങ്ങൾ വളരെ കൂടുതലുള്ള, അലങ്കൃതത്വം വളരെ കൂടിയ ഒരു സാഹിത്യ ഭാഷയുടെ പ്രകൃതമാണ് രാമായണത്തിനുള്ളത്. മഹാഭാരതം വളരെ കൂടുതൽ അതിൻ്റെ പിൽക്കാല ഭാഗങ്ങളിൽ പ്രബോധനാത്മക സന്ദർഭങ്ങളിൽ ഈ അലങ്കൃത ഭാഷയുണ്ട് എന്നത് ശരിയാണെങ്കിലും മഹാഭാരതത്തിൻ്റെ ആഖ്യാന ഭാഗങ്ങളിൽ അത് വളരെ വിവരണാത്മകമാണ്, അലങ്കൃതം അല്ല. രാമായണം ഒരു കേന്ദ്ര കഥ പറഞ്ഞു പോവാണ് ചെയ്യുന്നത്. ഒരു കേന്ദ്ര കഥ, 4 കഥാപാത്രങ്ങൾ, രാമൻ, രാമപത്നി, രാവണൻ, രാമന്റെ സഹോദരൻ. ഇവരുടെ കഥ ഇങ്ങനെ പറഞ്ഞു പോവാണ് ചെയ്യുന്നത്. അത് ഏതാണ്ട് ഒരു നേർവഴിയിലൂടെ ആ കഥ പോയി പൂർത്തിയാവുകയും ചെയ്യുന്നു. മഹാഭാരതാകട്ടെ ഈ കഥ നേർവഴിയിൽ ഒരിക്കലും പറയുന്നില്ല, അത് ഉടനീളം വഴിതിരിയുന്നു. ഓരോ സന്ദർഭത്തിലും രാമായണം എവിടേക്കെങ്കിലും, മഹാഭാരതം എവിടേക്കെങ്കിലും ഒക്കെ തിരിയും, പിന്നീട് എപ്പോഴെങ്കിലും അതിലേക്ക് തിരിച്ചു വരും. രാമായണത്തിലെ യുദ്ധം തങ്ങളല്ലാത്തവർക്കെതിരെയാണ്. വാനരന്മാരും രാക്ഷസരും തമ്മിലാണ് യുദ്ധം. വാനരരെ രാമന്റെ സൈന്യമാക്കി രാമൻ രാവണനോട് യുദ്ധം ചെയ്യുന്നു, രാക്ഷസരോട് യുദ്ധം ചെയ്യുന്നു. അങ്ങനെ നോക്കിയാൽ രാമായണത്തിലെ കേന്ദ്ര നായകന്മാരുടെ, കേന്ദ്ര കഥാപാത്രങ്ങളുടെ പുറത്താണ്, അവരുടെ ജീവിത അവസ്ഥയ്ക്ക് പുറത്താണ് യുദ്ധം. അവരുടെ രക്തബന്ധുക്കളൊന്നുമല്ല, അവരുടെ ആരുമല്ല. വാനരന്മാരും രാക്ഷസന്മാരും തമ്മിൽ യുദ്ധം ചെയ്യുന്നു. രാക്ഷസന്മാർ കൊല്ലപ്പെടുന്നു, ധാരാളം വാനരന്മാരും കൊല്ലപ്പെടുന്നു. മഹാഭാരതത്തിൽ പക്ഷെ യുദ്ധം സ്വന്തം ജനങ്ങൾ തമ്മിലാണ്, തമ്മിലാണ്. അത് വളരെ പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. വാസ്തവത്തിൽ എല്ലാ യുദ്ധം നടക്കുന്നത് തമ്മിലാണ് കേട്ടോ. യുദ്ധം നടക്കാവുന്നത് തമ്മിലാണ്. രാമായണത്തിൽ പക്ഷെ ആദർശാത്മകതയുള്ളതുകൊണ്ട് യുദ്ധം പുറത്താണ്.
രാമായണത്തിൽ ധർമ്മം വ്യക്തമാണ്. ആര് ശരി ആര് തെറ്റ് എന്നത് പൊതുവെ വ്യക്തമായിട്ട് വകതിരിച്ചിട്ടുണ്ട്. മഹാഭാരതം പക്ഷേ ധർമ്മം ഒരു കുഴഞ്ഞ കേസാണ്. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം. ധർമ്മതത്വം ഗുഹയ്ക്കകത്ത് മറഞ്ഞിരിക്കുന്നു, തെളിയുന്നില്ല. ധർമ്മമാണ് ശരി, പക്ഷെ ഏതാണ് ധർമ്മം? ധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത്, പക്ഷെ ധർമ്മം ഏതാണ്? ഒരു ഘട്ടത്തില് ധൃതരാഷ്ട്രർ പറയുന്നുണ്ട്, ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി. ധർമ്മം എന്താണെന്നറിയാം, പക്ഷെ ചെയ്യാൻ കഴിയുന്നില്ല. ജാനാമ്യധർമ്മം നചമേ നിവൃത്തി. അധർമ്മം എന്താണെന്നും അറിയാം, പക്ഷെ ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല. വാസ്തവത്തിൽ ഇതാണ് കേട്ടോ മനുഷ്യാവസ്ഥ. അറിയാണ്ടൊന്നുമല്ല, പക്ഷെ ചെയ്യാതിരിക്കാൻ കഴിയില്ല. ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി, ജാനാമ്യധർമ്മം നചമേ നിവൃത്തി. എന്നിട്ട് പറയും, ഉള്ളിലിരുന്ന് ഏതോ ദേവൻ നയിക്കുന്നു, അതിനൊത്ത് ഞാൻ ചലിക്കുന്നു. ഇങ്ങനെ ജീവിതം, അങ്ങനെ അനാഥമായി പോകുന്നൊരു ജീവിതത്തിന്റെ കഥയാണ് വാസ്തവത്തിൽ ഈ മഹാഭാരതം പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഇദ്ദേഹം പറയുന്നത്, അമർത്യാസൻ പറയുന്നത്, നിങ്ങൾ മഹാഭാരതം കൊണ്ട് വേണം ഗീത വായിക്കാൻ, ഗീതയെ കൊണ്ട് മഹാഭാരതം വായിച്ചാൽ മഹാഭാരതം മനസ്സിലാവില്ല എന്ന് പറയുന്നത്. രാമായണം പൊതുവിലൊരു വിജയഗാഥയാണ്, ട്രയംഫിക്കാണെന്ന് പറയാം. ഒരു അന്തിമമായ വിജയത്തിന്റെ കഥ പറയുന്നു. മഹാഭാരതം അന്തിമമായ നാശത്തിന്റെ കഥയാണ് പറയുന്നത്. ട്രയംഫ്, ഒരു വിജയോന്മാദത്തിന്റെ കഥയിലാണ് രാമായണം നിൽക്കുന്നതെങ്കിൽ ഒരു സർവനാശകമായ മഹായുദ്ധത്തിലാണ്, ഒരു ട്രാജഡിയിലാണ് മഹാഭാരതം അവസാനിക്കുന്നത്. രാമായണം ശരിതെറ്റുകളെ കൃത്യമായി ഉറപ്പിക്കുന്നു, അഫർമേറ്റീവാണ്. ഇത് ശരി, ഇത് തെറ്റ് എന്ന് പറയുന്നു. മഹാഭാരതം ഇൻട്രോഗേറ്റീവാണ്, അന്വേഷണാത്മകമാണ്. ഏതാണ് ശരി, ഏതാണ് ശരിയെന്ന് മഹാഭാരതത്തിന് ഉത്തരവൊന്നുമില്ല. ഏത് ശരി പറഞ്ഞാലും ആ ശരിക്കുള്ളിൽ ഒരു തെറ്റ് മഹാഭാരതം കണ്ടെത്തുന്നുണ്ട്. രാമായണത്തിൽ അങ്ങനെ ശരിക്കുള്ളിൽ ഒരു തെറ്റില്ല, തെറ്റിനുള്ളിൽ ഒരു ശരിയുമില്ല. മഹാഭാരതം അത് കൃത്യമായി പറയുന്നുണ്ട്. ഏതാണ്? ജയോയം അജയാകാരോ ജയസ്തസ്മാൽ പരാജയ. ജയം തന്നെ പരാജയം. അതുകൊണ്ട് ജയിച്ചിടത്ത് തോറ്റവന്റെ കഥയാണ് മഹാഭാരതം. രാമായണം പക്ഷെ ജയിച്ചത് തന്നെയാണ്, തോക്കുന്നില്ല എന്ന് പറയാം. രാമായണത്തിലെ നായകൻ സൽഗുണസമ്പന്നനായ രാമനാണ്. മഹാഭാരതത്തിൽ പക്ഷെ നിങ്ങൾക്ക് ഗുണപൂർത്തിയാന്ന ഒരാളെയും കാണാൻ പറ്റില്ല. കൃഷ്ണനടക്കം ഒരാളെയും നിങ്ങൾക്ക് പൂർണ്ണ ഗുണവാനായി കാണാൻ പറ്റില്ല. രാമായണത്തിൽ സഹോദരനായ ഭരതൻ തനിക്കുമേൽ വച്ചു നീട്ടപ്പെട്ട രാജ്യം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്, നിരസിക്കുകയാണ് ചെയ്യുന്നത്. മഹാഭാരതത്തിൽ സഹോദരന്മാർ തമ്മിൽ രാജ്യത്തിന് വേണ്ടി പൊരുതുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ നടക്കാനിടയുള്ളതും നടന്നിട്ടുള്ളതും മഹാഭാരതമാണ് കേട്ടോ. മറ്റതൊക്കെ നമ്മുടെ സ്വപ്നമാണ്. കവിത ഒരു അതീത സ്വപ്നമാണല്ലോ. കെട്ട ജീവിതം ഉണ്ടെനിക്കെന്നാൽ മറ്റൊരു കാവ്യജീവിതം മഞ്ഞിൽ എന്നത് രാമായണത്തിനും ശരിയാണ്. രാമായണം രാമരാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്, മഹാഭാരതം കുരുക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. വാൽമീകി രാമായണത്തിൽ രാമൻ അവതരിക്കുന്നത് വാൽമീകിയുടെ ചോദ്യത്തോടെയാണ്. എന്നെ ആരാണ് ഗുണവാനായി, വീര്യവാനായി, സത്യവാക്കായി, ദൃഢവ്രതനായി ഉള്ളത് ആരാണ് എന്ന മനുഷ്യത്വത്തിൻ്റെ ഗുണപൂർണതയെ ആണ് രാമനായിട്ട് രാമായണം വിശേഷിപ്പിച്ച് തുടങ്ങുന്നത്. മനുഷ്യത്വത്തിൻ്റെ ഗുണപൂർണത. വാസ്തവത്തിൽ ഗാന്ധിജി ആകർഷിച്ച ഒരാശയം അതായിരുന്നു. ഗാന്ധിജി രാമനിലേക്ക് പോയത് ആ പോയിന്റിലാണ്. നിർഭാഗ്യവശാൽ രാമൻ വേറൊന്നായി പോയതുകൊണ്ട് അതിൻ്റെ പാപം ഗാന്ധിജിക്കും കുറെ കിട്ടിയപ്പോ. ഗാന്ധിജി രാമനെ കണ്ടത് ഈ ഗുണപൂർണതയിലാണ്. എന്തൊക്കെ വിശേഷങ്ങളാണ് നോക്കൂ. ഗുണവാനായി, വീര്യവാനായി, സത്യവാക്കായി, ദൃഢവ്രതനായി, ധർമ്മിഷ്ഠനായി ആരൊരുവൻ ലോകത്തിലുണ്ട്. അങ്ങനെ കൊടുക്കാവുന്ന എല്ലാ വിശേഷണങ്ങളും കൊടുത്തിട്ടാണ്. ഇപ്പൊ ദൈവത്തെക്കുറിച്ച് ഗാന്ധിജി കരുതിയ സങ്കല്പം എന്താണെന്നറിയോ? അത് ഈശാവാസ്യത്തിന്റെ പ്രഥമ മന്ത്രമാണ്. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ചീതാന മാഗൃധ കസ്യ സിദ്ധനം. ഈശാവാസ്യം ഇതം സർവം, സമസ്തവും ഈശാവാസ്യം, ഈശ്വരീയമായിരിക്കുന്നു. അവസാനം ഈശാവാസ്യം അവസാനിക്കുന്നത് പൂർണ്ണമന്ത്രം എന്ന് പറയുന്ന ഒന്നിലാണ്. ദൈവത്തെ സങ്കല്പിക്കുന്ന അതിവിപുലമായൊരു സങ്കല്പരാശിയാണ്. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാം അവശിഷ്യത. എന്താണ് അന്തിമമായ ചൈതന്യം? അത് പൂർണ്ണതയാണ്. ദൈവത്തെ പരമമായ പൂർണ്ണതയായി കാണുന്നു.
ഈ പരമമായ പൂർണ്ണതയിൽ നിന്ന് പൂർണ്ണതയെ എടുത്തു മാറ്റുമ്പോഴും അവശേഷിക്കുന്ന പൂർണ്ണതയാണ് ദൈവമെന്ന് കരുതുന്നു. അതുകൊണ്ടാണ് ഗാന്ധിജിക്ക് ഈ പൂർണ്ണതയിലാണ് ദൈവത്തെ കണ്ടത്. ഈ പൂർണ്ണതയിലേക്കുള്ള മനുഷ്യ സഞ്ചാരത്തിന്റെ ഒരു പടവായിട്ടാണ് ഗാന്ധിജി രാമനെ കണ്ടത്. അതുകൊണ്ടാണ് സത്യമാണ് ഈശ്വരൻ എന്ന് കരുതിയ ഗാന്ധിജി എൻ്റെ മനസ്സിലെ സത്യബോധത്തിന്റെ പേരാണ് രാമൻ എന്ന് പറഞ്ഞത്. സത്യമായിരുന്നു ഗാന്ധിജിക്ക് ഈശ്വരൻ. കാരണം പൂർണ്ണമായി മനുഷ്യാവസ്ഥയിൽ ശരിയാകുന്ന സാധുവാകുന്ന ഒരു ദൈവാനുഭവത്തിന്റെ പേരായി ഗാന്ധിജി കണ്ടത് സത്യത്തെ മാത്രം. ഈ സത്യത്തിന്റെ ആവിഷ്കാരമായിട്ടായിരുന്നു ഗാന്ധിജി രാമനെ കണ്ടത്. അതുകൊണ്ടാണ് എൻ്റെ മനസ്സിലെ സത്യബോധത്തിന്റെ പേര് എന്ന് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ രാമായണത്തിൽ രാമൻ വരുന്നത് ഈ ഗുണപൂർണതയുടെ പരമാവിഷ്കാരം എന്ന നിലയിലാണ്. രാമായണത്തിൽ മഹാഭാരതം ഇല്ല. മഹാഭാരത കഥാപാത്രങ്ങളൊന്നും തന്നെ രാമായണത്തിൽ വരുന്നില്ല. മറിച്ച് മഹാഭാരതത്തിൽ രാമൻ വരുന്നു. വനപർവ്വത്തിൽ രാമൻ വരും. യുധിഷ്ഠിരൻ ചോദിക്കും. ആ സന്ദർഭം നിങ്ങൾ ശ്രദ്ധിക്കണം. യുധിഷ്ഠിരൻ കാട്ടിലലയുന്ന സമയത്ത് തൻ്റെ ദൗർഭാഗ്യങ്ങളിൽ അങ്ങേയറ്റം പരിക്ഷീണനായി യുധിഷ്ഠിരൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്നേക്കാൾ നിർഭാഗ്യവാനായി ലോകത്ത് ആരൊരുവനുണ്ട്? ആ ചോദ്യത്തിനുള്ള ഉത്തരാണ് രാമൻ. നോക്കൂ, രാമായണത്തിൽ രാമൻ വന്നതുപോലെയല്ല മഹാഭാരതത്തിൽ രാമൻ വന്നത്. നിർഭാഗ്യത്തിന്റെ പരമാവതാരം. എന്നേക്കാൾ നിർഭാഗ്യവാനായ ആരൊരുവൻ ലോകത്തിലുണ്ട്? രാജാവായി ജനിച്ച് സർവ്വസൗഭാഗ്യങ്ങളോടെയും ജീവിക്കേണ്ട ഞാൻ കാട്ടിൽ അലയുന്നല്ലോ എന്ന നഷ്ടബോധത്തിന്റെ ഉച്ചസ്ഥായിയിൽ വെച്ച് യുധിഷ്ഠിരൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് ഈ മഹാഭാരതത്തിൽ രാമൻ വന്നത്. ഞാൻ പറഞ്ഞു വന്നത്, രാമായണത്തിലെ രാമനല്ല മഹാഭാരതത്തിലെ രാമൻ. കഥ ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് രാമാനുജൻ പറയുന്നത്, കഥ മാത്രമേ ഒന്നാവുള്ളൂ, ആഖ്യാനം വേറെയാണ്, കഥനം വേറെയാണ്. കഥ ഒന്നാണ്. കഥയിൽ എല്ലായിടത്തും രാമനും സീതയും ലക്ഷ്മണനും രാവണനും ഉണ്ടാവും. പക്ഷേ കഥനയുക്തിയിലേക്ക് നോക്കൂ, അതൊരു ജനതയുടെ സംസ്കാരത്തിന്റെ ഭിന്ന പ്രകാരങ്ങളെ പ്രകാശിപ്പിക്കുന്നുണ്ടാവും. അതുകൊണ്ട് രാമായണം എന്ന് പറയരുത്. കാമിൽ ബുൽക്കെ പറഞ്ഞ പേരാണ് രാമകഥ. ആ രാമകഥയുടെ ഒരാവിഷ്കാരമാണ് രാമായണം. വേറൊരു ആവിഷ്കാരമാണ് തായ്ലൻഡുകാരുടെ രാമകീർത്തി. വേറൊന്നാണ് രാമകീൻ, രാമചരിതമാനസം. ധാരാളം രൂപത്തിൽ രാമായണം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഞാൻ പറയുന്നത്, അതുകൊണ്ട് ഈ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും രാമന്മാർ തമ്മിൽ തന്നെ ഇന്ത്യയുടെ അതിപ്രസിദ്ധങ്ങളായ അതിപ്രാചീനങ്ങളായ രണ്ട് ഇതിഹാസങ്ങൾക്കുള്ളിൽ തന്നെ രാമൻ എന്ന സങ്കല്പരാശി രണ്ട് തരത്തിലാണ്, ഒരേ തരത്തിലല്ല. നമ്മളിത് സാധാരണ അങ്ങനെ ശ്രദ്ധിക്കില്ല. ഈ രാമന്റെ കഥ തന്നെയാണ് ആ രാമനും എന്ന് തോന്നും. സൂക്ഷിച്ചു നോക്കിയാൽ രാമൻ മാറിയിട്ടുണ്ട്. ഒന്ന് നിർഭാഗ്യത്തിന്റെ പരമാവതാരാണ്, മറ്റൊന്ന് ഗുണപൂർണതയുടെ പരമാവതാരാണ്. രണ്ട് ചോദ്യങ്ങളാണ്. ത്രേതായുഗവും ദ്വാപരയുഗവും എന്നാണല്ലോ സങ്കല്പം. ത്രേതായുഗം എല്ലാ ധർമ്മങ്ങളും താരതമ്യേന കൃത്യമായിട്ട് നിന്നിരുന്ന കാലാണത്രേ. ഒരു മോഹത്തിന്റെ പേരാണ് കേട്ടോ, അല്ലാതെ അതൊന്നും നടക്കണ കാര്യമല്ല. ഈ ധർമ്മം എന്ന് പറഞ്ഞു തുടങ്ങണത് തന്നെ എപ്പോഴാന്ന് വെച്ചാൽ അധർമ്മം നന്നായി തുടങ്ങുമ്പോഴാണ്. വേണ്ടത്ര അധർമ്മം വരുമ്പോഴാണ് തിരുക്കുറൽ ഉണ്ടാവുക, അല്ലെങ്കിൽ തിരുക്കുറൽ ഉണ്ടാവില്ല. അധർമ്മം വേണ്ടത്ര വരണം. അതുകൊണ്ട് ഈ ധർമ്മ വിചാരം തന്നെ അധർമ്മപൂർണമായ ഒരു സമൂഹത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ എംഗൽസ് പറയുന്ന കൗതുകമുള്ളൊരു കാര്യമുണ്ട്. അന്യന്റെ മുതൽ മോഷ്ടിക്കരുത് എന്ന് കൽപ്പനയിൽ പറയുമല്ലോ, 10 കൽപ്പനയിൽ. അപ്പൊ എംഗൽസ് പറയും, ഈ കൽപ്പന സാധുവാകണമെങ്കിൽ 2 പ്രീ കണ്ടീഷൻസ് വേണം എന്ന് പറയും. 2 മുന്നുപാധികൾ വേണം. ഒന്ന്, മോഷ്ടിക്കപ്പെടാൻ പാകത്തിന് ആരുടെയെങ്കിലും കയ്യിൽ സ്വത്തുണ്ടാവണം. 2, മോഷ്ടിക്കാൻ പ്രേരിതരാകുന്ന മട്ടിൽ ആരെങ്കിലും ഒക്കെ ദരിദ്രരായിരിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് അന്യന്റെ മുതൽ മോഷ്ടിക്കരുത് എന്നുള്ളതിന് ഒരു സ്ഥിരപ്രമാണമായിട്ട് നിൽക്കാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ ചിലരുടെ ഒരു കൗതുകമൊക്കെ ഉണ്ടാവും. ഇപ്പൊ എവിടെ പോയാലും എന്തെങ്കിലും എടുത്തുകൊണ്ട് തന്നെ ആളുകളുണ്ടല്ലോ, അതൊരു സന്തോഷമായിട്ട് കണ്ടാൽ മതി. അതിന് നമ്മളൊരു മോഷണമായിട്ട് കണ്ടു. ഇപ്പൊ ഞങ്ങൾ മാരായസി പഠിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു സഖാവ് ഉണ്ടായിരുന്നു. അപ്പൊ പ്രിൻസിപ്പളിനെയൊക്കെ കാണാൻ പോയാൽ തിരിച്ചു വരുമ്പോൾ ഒരു പേപ്പർ വെയിറ്റോ ഒരു പേനയോ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവും. അതൊരു സന്തോഷം. അതിന് നമ്മൾ മോഷണമായിട്ട് കാണുന്നുണ്ടാവും. അതുകൊണ്ടാണ് മറ്റേ അയ്യപ്പണിക്കര് പറഞ്ഞത്, വെറുതൊരു മോഷ്ടാവായവരെന്നെ കള്ളനെന്ന് വിളിക്കല്ലേ. അങ്ങനെ വിളിച്ചുവിടാം. മറിച്ച് കള്ളൻ ഉണ്ടാവുന്ന എപ്പോഴാണ്? കക്കാൻ പാകത്തിന് ആരുടെയും കയ്യിൽ സ്വത്തുണ്ടാവുക. കക്കാൻ തോന്നുന്ന മട്ടിൽ നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ മോഷ്ടാവായി പോകും. അങ്ങനെയാണ് ജീൻവാൽജി മോഷ്ടിക്കുന്നത്. അങ്ങനെയാ ജീൻവാൽജി മോഷ്ടിച്ചത്. ആ മോഷ്ടിച്ച വെള്ളിക്കാലും കൊണ്ട് ഇൻസ്പെക്ടർ ജീൻവാൽജീനെ പിടിച്ച് അച്ഛൻ്റെ അടുത്തെത്തി, മെത്രാന്റെ അടുത്തെത്തി. ഡിയിലെ മെത്രാൻ, താങ്കളുടെ വെള്ളിക്കാലല്ലേ? അതേയല്ലോ, ഇത് ഇയാൾ മോഷ്ടിച്ചതാണ്. അപ്പം മെത്രാൻ പറഞ്ഞു, മോഷ്ടിച്ചതല്ല, ഞാൻ കൊടുത്തതാണ്.
ഭയങ്കര ഉത്തരാണ്. ആദ്യമായിട്ട് കാണുകയാണ് ഈ കള്ളനെ. അപ്പോഴാ പറഞ്ഞത് ഞാൻ കൊടുത്തതാണ്. അപ്പോൾ പോലീസ് ഓഫീസർ ചോദിക്കും, താങ്കൾ ഇവൻ അറിയുമോ? അറിയും. ആരാണ്? എൻ്റെ സഹോദരൻ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഉത്തരാണ് കേട്ടോ അത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗുരുവിൽ വരുന്ന അനുകമ്പ ബുദ്ധന്റെ കരുണയാണെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാക്കിയ ഒരു ഉത്തരമായിരുന്നു സാഹോദര്യം. സാഹോദര്യം, ആ സാഹോദര്യം വരികയാണ്. നോവലിൽ വന്നു, പലയിടത്തും വന്നു. ഞാൻ പറഞ്ഞത്, അങ്ങനെ ഈ രാമായണത്തിനകത്ത് രാമൻ ഭിന്ന പ്രകൃതിയായിട്ട് മാറുന്നുണ്ട്. രാമകഥയ്ക്കുള്ളിൽ തന്നെ, നമ്മുടെ ഇതിഹാസങ്ങൾക്കുള്ളിൽ തന്നെ രാമൻ ഭിന്ന പ്രകൃതിയായി മാറുന്നുണ്ട്. ഒരു രാമനെയല്ല നമ്മൾ കാണുന്നത് എന്ന് ഓർക്കണം. കാമിൽ ബുൽക്കെ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ രാമകഥ എന്ന അദ്ദേഹത്തിന്റെ ഗവേഷണ പഠനത്തിൽ എണ്ണി നോക്കുന്നുണ്ട് എത്ര രാമായണങ്ങളുണ്ട്. ഇന്ത്യയിൽ സംസ്കൃത ഭാഷയിലുണ്ടായിരുന്ന ഭിന്ന ഭിന്ന രാമായണങ്ങൾ, ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിൽ ഉണ്ടായിരുന്ന രാമായണങ്ങൾ, അതുപോലെ ലോകത്തെ ഇന്ത്യക്ക് പുറത്തുള്ള വിഭിന്ന ഭാഷകളിൽ രൂപപ്പെട്ട രാമായണങ്ങൾ, നാടകങ്ങളായി, നൃത്തങ്ങളായി, ശില്പങ്ങളായി, ചുവർച്ചിത്രങ്ങളായി, പാവകളിയായി, നിഴൽ നാടകങ്ങളായി, നാടോടി കഥകളായി പ്രചരിച്ച രാമായണങ്ങൾ ആകാവുന്ന അത്രയും എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് 300 രാമായണങ്ങൾ എന്ന് ബുൽക്കെ കണക്കിലെത്തുന്നുണ്ട്. 300 രാമായണങ്ങൾ. ഈ 300 രാമായണങ്ങൾ ഒരു ആദിരാമായണത്തിന്റെ വ്യാഖ്യാനമൊന്നുമല്ല. ഒരാദിരാമായണം പല പല നിലയ്ക്ക് വ്യാഖ്യാനിച്ചുണ്ടായതല്ല. ഇപ്പൊ നമ്മുടെ ചില ഈ കർണാടക സംഗീതജ്ഞർ പറയും, ഈ നാടൻ പാട്ടുണ്ടല്ലോ, ഈ പാട്ട് പന്തുവരാളി കുറച്ചങ്ങ് തെറ്റിപ്പോയതാണ്. ഈ നാടൻ പാട്ട് പരിഷ്കരിച്ചുണ്ടാക്കിയതാ പന്തുവരാളി, അല്ലാതെ പന്തുവരാളി തെറ്റിപ്പോയതല്ല നാടൻ പാട്ട്. ഞാനിത് കേട്ടിട്ടുണ്ട്. ലെക്ചർ ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് രാഗം ആദ്യം വിസ്തരിച്ച് കേൾപ്പിക്കും, എന്നിട്ട് നാടൻ പാട്ട് പാടും, എന്നിട്ട് പറയും ഈ സ്വരസ്ഥാനം ഒന്നങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ദാ ഈ നാടൻ പാട്ടായി എന്ന്. ഈ നാടൻ പാട്ടിൽ സ്വരസ്ഥാനം ഒന്ന് കൂട്ടിച്ചേർത്തിട്ട് ഈ പാട്ടുണ്ടാക്കിയതാ. പക്ഷെ പറഞ്ഞു പിന്നെ എന്തായി എന്ന് വെച്ചാൽ ആദിമൂലം ഏതാ? ആദിമൂലം രാഗമാണ്. നാടൻ പാട്ടോ രാഗം വഴിവഴച്ചു പോയതാ നാടൻ പാട്ട് എന്ന് നാം ഇപ്പൊ ശീലിക്കുന്നുണ്ട്. നമ്മുടെ അഭിജാതമായ സംഗീത വിചാരം തന്നെ ഈ രാഗത്തെ സംഗീതത്തിന്റെ അടിസ്ഥാന ഘടനയായി സങ്കല്പിക്കുകയും രാഗത്തിന്റെ വഴിപിഴച്ച ആവിഷ്കാരങ്ങളാണ് നാടൻ പാട്ടുകളെന്ന് വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു ശുദ്ധിവാദമുണ്ട്. ആ ശുദ്ധിവാദത്തിന്റെ മൂലസത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ആധുനികമായ ഉത്കണ്ഠയുടെ മറ്റൊരു തരത്തിലുള്ള ആവിഷ്കാരമാണ് ഒരൊറ്റ ആദികാവ്യം. ഈ ആദികാവ്യത്തിന്റെ ഭിന്ന ഭിന്ന വ്യാഖ്യാനങ്ങളായിട്ട് വന്ന 300 രാമായണങ്ങൾ അല്ല, മറിച്ച് ഒരു കഥനതന്തു, രാമകഥ. ആ കഥനതന്തുവിന് ലോകത്തെ മനുഷ്യർക്കിടയിൽ കൈവന്ന നാനാതരം പാഠാന്തരങ്ങൾ, ആ പാഠാന്തരങ്ങളിൽ ചിലതിന് പിൽക്കാലത്ത് കൈവന്ന വലിയ സ്വാധീന ശക്തി. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ രാമായണം നാം ഇന്ന് കാണുന്ന വലിപ്പത്തിലേക്ക് ഇന്ത്യയിൽ എത്തിയതിന്റെ ഒരു കാര്യം മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹം ഉദ്ദേശിച്ചിട്ടില്ലാത്ത അർത്ഥത്തിലേക്കൊക്കെ അത് പോയി. ഇപ്പൊ ഗാന്ധിജിയുടെ വധത്തിലേക്ക് തന്നെ രാമായണം എത്തിയല്ലോ. പരമരാമഭക്തന്മാര് തന്നെയാണ് ഗാന്ധിജിയുടെ വധത്തിലേക്ക് വഴി തുറന്നു കൊടുത്തത്. മഹാത്മാ ഗോഡ്സെ വരാനിരിക്കുന്നു. ഗാന്ധിജി ഇല്ലായിരുന്നുവെങ്കിൽ രാമായണത്തിനും ഗീതയ്ക്കും ആധുനിക ഇന്ത്യയിൽ നാം ഇന്ന് കാണുന്ന അർത്ഥം ഉണ്ടാവുമായിരുന്നില്ല. കാരണം ഗാന്ധിജിയാണ് രാമായണത്തെയും ഗീതയെയും ദേശീയ പ്രസ്ഥാനത്തിന്റെ ചില സവിശേഷ മൂല്യങ്ങളുമായി കൂട്ടിയിണക്കി ആവിഷ്കരിച്ചത്. ഞാൻ അദ്ദേഹം വർഗീയമായൊരു പ്രവർത്തനം ചെയ്തു എന്ന് ഒരിക്കലും പറയല്ല കേട്ടോ, അങ്ങനെ ഒരു വിമർശനമല്ല ഇത്. അദ്ദേഹത്തിന് വർഗീയമായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു സങ്കല്പത്തെ എടുക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ, അതിൻ്റെ കൂടെ പലതും വരും. ഇപ്പൊ നാരായണ ഗുരു ഈ പ്രാകൃത ദൈവങ്ങളെയൊക്കെ മാറ്റി സാത്വിക ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചു എന്ന് പറയും. ചാത്തൻ, ചൊടലമാടൻ, ചാമുണ്ടി, മാടൻ, മറുത, ഇതിനെയൊക്കെ പുറത്താക്കി കൊള്ളാവുന്ന ദൈവങ്ങളെ, ശിവൻ അല്ലെങ്കിൽ മുരുകൻ തുടങ്ങിയ കൊള്ളാവുന്ന ദൈവങ്ങളെയൊക്കെ പ്രതിഷ്ഠിച്ചു. ഈ ശിവൻ, മാടനെ പുറത്താക്കി ശിവനെ പ്രതിഷ്ഠിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, മാടൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ദൈവമാണ്. മാടൻ ഒരു ലൊക്കാലിറ്റി ഉണ്ടെങ്കിൽ ആ ലൊക്കാലിറ്റിയിൽ മാടൻ തുടങ്ങും, അവിടെ അവസാനിക്കും. ശിവൻ എന്ന് പറയുന്ന അങ്ങനെ ഒരു സംഗതിയല്ല. ശിവൻ ഒരു അഖിലേന്ത്യാ ദൈവമാണ്. ശിവൻ ഒരു വലിയ ഡിസ്കോഴ്സിനകത്ത് നിൽക്കുകയാണ്. അതായത് ശിവൻ വേദങ്ങൾ, വൈദിക വ്യവഹാരം, ബ്രാഹ്മണ്യം, അതിൻ്റെ ആചാരങ്ങൾ, അനുഷ്ഠാന സങ്കല്പങ്ങൾ, ഇതൊക്കെയായിട്ട് പല നിലയിൽ കൂടിക്കലർന്നതാണല്ലോ ശിവൻ.
അതുകൊണ്ട് ശിവനെ എടുക്കുമ്പോൾ ശിവൻ ഒറ്റയ്ക്ക് വരില്ല, ശിവന്റെ കൂടെ ഭൂതഗണങ്ങളും വരും. പോയി ഇപ്പൊ ഭൂതഗണങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, ശിവനെ കാണാനില്ല. ഭൂതഗണങ്ങളെല്ലാം വളരെ സജീവമായിട്ടുണ്ട്, ശിവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിവം എവിടെ പോയി? സദാശിവം. ശിവം ഇല്ല, ഭൂതഗണങ്ങളുണ്ട്. ഇതൊരു പ്രശ്നമാണ്. ഞാൻ ഗുരുവിനെ കുറ്റം പറയല്ല, മറിച്ച് വാസ്തവത്തിൽ അതിലൊരു വേറൊരു യുക്തിയും കൂടി ഉണ്ട് കേട്ടോ. ഈ ആധുനിക സമൂഹമാകുമ്പോൾ സമൂഹങ്ങൾ പൊതുവെ ഒരു ദേശീയ പ്രകൃതത്തിലേക്ക് നീങ്ങുമല്ലോ. ദേശീയ പ്രകൃതത്തിലേക്ക് സമൂഹങ്ങൾ മാറുമ്പോൾ ദൈവഭാവനയ്ക്കും ദേശീയ സ്വഭാവം വേണം. അപ്പൊ ഈ ചാത്തൻ ചുടലമാടൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ പഞ്ചായത്ത് തല ദൈവങ്ങളാണ്. അതിനെ വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു നാഷണൽ സൊസൈറ്റി ആവാൻ പറ്റില്ല. നിങ്ങളുടെ ദൈവത്തിനും ഒരു സഞ്ചാരശേഷി വേണം. അതായത് ഇപ്പോ വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ വിഷ്ണു നിൽക്കും. അങ്ങനെയാണ് പണ്ട് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ച. കന്യാകുമാരി മുനമ്പിൽ നിന്ന് SFI എന്ന് വിളിച്ച അവിടെ മുഴങ്ങുന്നൊക്കെ വിളിച്ച ആളാ ഞാൻ. പണ്ട് അങ്ങനെയാ മുദ്രാവാക്യം. കാരണം ഇവിടെ നിന്ന് വിളിച്ച അവിടം വരെ കേൾക്കണം. ചാത്തനെ കൊണ്ട് ഇത് പറ്റൂല. അതുകൊണ്ട് ഈ പ്രാദേശിക ദൈവതങ്ങളെ ഒരു ദേശീയ ദൈവങ്ങളിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഒരു സമൂഹത്തിന് ആധുനികമാകാൻ പറ്റില്ല. ആധുനികീകരണത്തിന്റെ ഒരു യുക്തി അതിലുമുണ്ട്. ആ യുക്തിയും നാരായണ ഗുരുവിൽ നമുക്ക് വേണമെങ്കിൽ കാണാം. പക്ഷേ നാം പ്രതീക്ഷിക്കാത്ത മറുപുറങ്ങളും ഉണ്ട് ഇതിനകത്ത്. ആ മറുപുറം ഞാൻ ഈ പറഞ്ഞതാണ്. ഒരു ദൈവത്തോടൊപ്പം ആ ദൈവം നിലനിൽക്കുന്ന ഒരു വ്യവഹാരമുണ്ട്. ശിവനെയും വിഷ്ണുവിനെയും വലയം ചെയ്തു നിൽക്കുന്ന വ്യവഹാരം നാം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അത് ബ്രാഹ്മണ്യത്തിന്റെ വ്യവഹാരമാണ്. ആ വ്യവഹാരം തിരിച്ചു വരും. ആ വ്യവഹാരം തിരിച്ചു വന്ന് നിങ്ങളുടെ ബ്രാഹ്മണ വിരുദ്ധമായ വൈദിക പാരമ്പര്യത്തെ വെല്ലുവിളിച്ച വ്യവഹാരത്തെ വിഴുങ്ങും. അതുകൊണ്ട് വൈദികമായ എല്ലാ അനുഷ്ഠാനങ്ങളെയും പുറത്താക്കി പുഴയിൽ മുങ്ങി നിവർന്നൊരു കല്ലെടുത്ത് ശിവനെ പ്രതിഷ്ഠിച്ച ഗുരുവിന്റെ പേരിൽ എൻ്റെ നാട്ടിൽ തന്ത്രവിദ്യാ പരിശീലനമുണ്ട്. തന്ത്രവിദ്യാപീഠമുണ്ട് ഗുരുവിന്റെ പേരിൽ. ഞാൻ ലളിതമായിട്ട് പറയട്ടെ, തന്ത്രമാണ് ശരിയെങ്കിൽ ഗുരു തെറ്റാണ്, ഗുരുവാണ് ശരിയെങ്കിൽ തന്ത്രം ശരിയല്ല. ഈ രണ്ട് തന്ത്രവും കൂടി ഒരുമിച്ച് പോവില്ല. പക്ഷെ സന്തോഷമായിട്ട് ഒരുമിച്ച് പോകുന്നു. ഇപ്പൊ ശിവഗിരിയുടെ മഠം കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച ഉത്തരവിലുണ്ടല്ലോ, നിങ്ങൾ മിനിയാന്ന് പത്രത്തിൽ കാണും, ഈ വൈദിക ആചാരങ്ങൾ പാലിക്കരുത്, വൈദിക ആചാരങ്ങൾ പാലിക്കരുത് എന്ന് ശിവഗിരി മഠം പറയുന്നു. ആര് കേൾക്കാൻ? ആരും കേൾക്കില്ല എന്ന് ഗുരുവിന് തന്നെ പണ്ടേ തോന്നിയിട്ടുണ്ട് കേട്ടോ. ജാതിർണയത്തിന്റെ ആദ്യ ശ്ലോകത്തിൽ അതുണ്ട്. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്തം ഗവാം യഥ നബ്രാഹ്മണാതിരസൈവം ഹാ തത്വം വെത്തി ഗോപിന. ആരും തത്വം അറിയുന്നില്ലല്ലോ. ഒരു നൂറ്റാണ്ടായി ആരും അറിയുന്നില്ല. ഒരു നൂറ്റാണ്ടായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന ആശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏകാത്മകമായ ഒരു പാഠസംസ്കാരം എന്നുള്ളത് വാസ്തവത്തിൽ ആധുനികതയോടൊപ്പം വികസിച്ചു വന്നൊരു വൈജ്ഞാനിക താല്പര്യമാണ്. അത് മഹാഭാരതത്തെ ഒറ്റപ്പാഠമാക്കി, രാമായണത്തെ ഒറ്റപ്പാഠമാക്കി, അതിൻ്റെ ഹൃദയതത്വമായി ചിലതിനെ പ്രതിഷ്ഠിച്ചു. അങ്ങനെ ഇതാണിതിൻ്റെ സാരം എന്ന് പറയാൻ തുടങ്ങി. വാസ്തവത്തിൽ ആ ഏകസാരത്തിലേക്ക് സംഗ്രഹിക്കാൻ കഴിയാത്ത മട്ടിൽ ചെതറിപ്പരന്നതാണ് നമ്മുടെ ഇതിഹാസ ഭാവനകൾ. അത് രാമായണത്തിനും അതെ, അത് മഹാഭാരതത്തിനും അതെ. അതാണ് ഈ പറയുന്ന രാമാനുജൻ പറയാൻ ശ്രമിച്ചത്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിൻ്റെ പേര് 300 രാമായണങ്ങൾ. അങ്ങനെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകം ടെക്സ്റ്റ് ബുക്ക് അല്ലാണ്ടായി. ഇന്ന് പത്രത്തിലുണ്ട്, സ്വാതന്ത്ര്യ സമര നേതാക്കളെ കുറിച്ച് പഠിപ്പിക്കുന്ന പുസ്തകത്തിൽ ഗാന്ധിജി ഇല്ല, പണ്ഡിറ്റ് നെഹ്റു ഇല്ല. ആരുണ്ട്? സവർക്കറുണ്ട്. അദ്ദേഹം 1913 ആൻഡമാൻ ജയിലിൽ നിന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന് എഴുതിയ ഒരു കത്തിൽ പറയുന്നത്, കാരുണ്യത്തിന്റെ പരമകുടീരമായ ഗവൺമെന്റ് എന്നെ വിട്ടയക്കുകയാണെങ്കിൽ എന്റെയും എൻ്റെ ലക്ഷോപലക്ഷ അനുയായികളുടെയും പിന്തുണ എന്നും ബ്രിട്ടീഷ് ഗവൺമെന്റിനുള്ളതായിരിക്കും. അദ്ദേഹം സ്വാതന്ത്ര്യ സമര പോരാളിയായി. ഗാന്ധിജി എന്തായി? ഇത് വിചിത്രമായൊരു കാര്യമാണ്. ഇപ്പൊ ഗാന്ധിജി ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യം നേടിയ സമയത്ത് ഗാന്ധിയോട് ചോദിക്കുന്നുണ്ട്, ഇന്ത്യ ഒരു രാഷ്ട്രമാവുകയാണ്. ഗാന്ധിയോട് ചോദിച്ചൊരു ചോദ്യം, ബാബുജി, വാട്ട് വിൽ ബി ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ഇന്ത്യൻ നേഷൻ? എന്താണ് ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ ആദ്യ ധർമ്മം, ദൗത്യം? ഒരു സംശയമില്ലാത്ത ഗാന്ധിയുടെ മറുപടി ഉണ്ട് കേട്ടോ. ടു വൈപ്പ് ഔട്ട് ദ ടിയേഴ്സ് ഫ്രം ദ ഐസ് ഓഫ് ദ കോമൺ മാൻ. ടു വൈപ്പ് ഔട്ട് ദ ടിയേഴ്സ് ഫ്രം ദ ഐസ് ഓഫ് ദ കോമൺ മാൻ. പരമദരിദ്രരായ മനുഷ്യരുടെ കണ്ണീര് തുടയ്ക്കുക, അതാണ് ഈ രാഷ്ട്രത്തിന്റെ ധർമ്മം എന്നായിരുന്നു രാഷ്ട്രപിതാവ് പറഞ്ഞത്. ഇപ്പൊ എന്തായി നമുക്കറിയാലോ.
2002-നും 2014-നും ഇടയിൽ 12 കൊല്ലം കൊണ്ട് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്ത കർഷകരുടെ എണ്ണം 3.5 ലക്ഷമാണ്. 3.5 ലക്ഷം. ഇങ്ങനെ ഒരു ആത്മഹത്യ നടന്നിട്ടുണ്ടെന്ന് തന്നെ നമ്മൾ അറിയില്ല. പണ്ട് വിജയൻ മാഷ് പറയുന്ന ഒരു കാര്യമുണ്ട്. NV കൃഷ്ണവാര്യർ പണ്ട് കവിത എഴുതി, എങ്ങോ മനുഷ്യന് ചങ്ങല കയ്യിൽ അങ്ങൻ കയ്യുകൾ നൊന്തിയിടുന്നു, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവത് എൻ്റെ പുറത്താവുന്നു, ആർക്കടി കൊണ്ടാലും വേദനിക്കും, എനിക്ക് വേദനിക്കും എന്ന് കരുതിയ ഒരു കാലം. എന്നിട്ട് വിജയൻ മാഷ് പറഞ്ഞത്, ഇപ്പോഴത്തെ സ്ഥിതി എന്തായെന്ന് വെച്ചാൽ എനിക്ക് അടി കൊണ്ടാലും നാളെ രാവിലെ പത്രം വന്നാലേ ഞാൻ തന്നെ അറിയുള്ളൂ. അപ്പോഴേ ഉള്ളൂ അടിയായിരുന്നല്ലോ ഇന്നലെ കൊണ്ടതെന്ന് അത്ര സന്തോഷമാണ്. നോക്കൂ, സബ്സിഡി പോയില്ലേ, മാസം 4 രൂപ വെച്ച് സബ്സിഡി പോയില്ലേ, നമ്മെ അലോസരപ്പെടുത്തുന്നില്ലല്ലോ. 29 പേർ കൊല്ലപ്പെട്ടല്ലോ 2.5 വർഷം കൊണ്ട് ഗോസംരക്ഷണത്തിന്റെ പേരിൽ. 29 പേർ കൊല്ലപ്പെട്ടു, 26 മുസ്ലിങ്ങൾ, 3 ദളിതർ. ആരെ അലോസരപ്പെടുത്തുന്നു? ആരെ അലോസരപ്പെടുത്തില്ല. അങ്ങനെ ആരെ അലോസരപ്പെടുത്താത്തൊരു രാജ്യം വരുന്നു. അതാണ്. അപ്പോഴാണ് ഗാന്ധിയുടെ വാക്കോർക്കേണ്ടത്, ടു വൈപ്പ് ഔട്ട് ദ ടീയേഴ്സ് ഫ്രം ദ ഐസ് ഓഫ് ദ കോമൺ മാൻ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരാശയം അതിന്റെ വിപരീതത്തിലേക്ക് പോകും. ഗാന്ധിജി രാമനെ കണ്ടത് സത്യബോധം, ദൈവമായിട്ടൊന്നുമല്ല, അയോധ്യാപതിയല്ല, ദശരഥപുത്രനല്ല, സീതയുടെ ഭർത്താവല്ല, സത്യബോധം, ഗുണവാൻ, വീര്യവാൻ, പൂർണ്ണത, അതൊക്കെയായിട്ട് കണ്ടു. അതിങ്ങനെയുള്ള ഒരു പ്രകാരത്തിലേക്ക് വഴിതിരിഞ്ഞ് എത്തുകയും ചെയ്തു. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ രാമാനുജൻ ഈ 300 രാമായണങ്ങൾ എന്ന് പറയുന്നതിൻ്റെ താല്പര്യം ഇതാണ്. അപ്പം അദ്ദേഹം എണ്ണി തിട്ടപ്പെടുത്തി പറയുന്നുണ്ട് ഏതൊക്കെ ഭാഷകളിൽ നിങ്ങൾക്ക് രാമായണ കഥ കാണാം. അദ്ദേഹം അതിൻ്റെ ഒരു ചെറിയ പട്ടിക കൊടുക്കുന്നുണ്ട്. അത് ഞാൻ വെറുതെ ഒന്ന് വായിക്കാം. ആസാമീസ്, ബാലിനീസ്, ബംഗാളി, കംബോഡിയൻ, ചൈനീസ്, ഗുജറാത്തി, ജാവനീസ്, കന്നഡ, കാശ്മീരി, കോട്ടനീസ്, ലാവോഷ്യൻ, മലേഷ്യൻ, മറാത്തി, മലയാളം, ഒറിയ, പ്രാകൃതം, സംസ്കൃതം, സന്താളി, സിംഹളീസ്, തമിഴ്, തെലുങ്ക്, തായ്, ടിബറ്റൻ, അനന്ത ഭാഷകളാണ്. ഇതിലൊക്കെ ഉണ്ട് രാമായണം. ഏതൊക്കെ ദേശങ്ങളിൽ? ബർമ്മയില്, ടിബറ്റില്, ചൈനയില്, മലേഷ്യയില്, തായ്ലൻഡില്, വിയറ്റ്നാമില്, കംബോഡിയയില്, ഇന്തോനേഷ്യയില്, ജാവയില്, സുമാട്രയില് ഒക്കെയുണ്ട് രാമായണം, രാമകഥ. ഈ രാമകഥയ്ക്ക് ഭിന്ന ഭിന്നങ്ങളായ രൂപങ്ങൾ വരുന്നു. ആ ഭിന്ന രൂപങ്ങളിലൊക്കെ രാമകഥ പല നിലയിൽ ജീവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ബഹുവിധമായി ജീവിച്ച ഒരു വിപുല സംസ്കാര സഞ്ചയത്തെയാണ് വാസ്തവത്തിൽ നാം രാമായണമെന്ന് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ സവിശേഷമായ ഒരു പക്ഷേ ഏറ്റവും മഹത്വപൂർണമായ ഒരു ആവിഷ്കാരമായി വാൽമീകി രാമായണത്തെയും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞു വരാം. സംസ്കൃതത്തിലേക്ക് നോക്കൂ, എത്രയേറെ രാമായണങ്ങൾ. സംസ്കൃതം രാമായണത്തിൻ്റെ എത്രയെത്ര പാഠാന്തരങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അധ്യാത്മരാമായണം, എഴുത്തച്ഛൻ പ്രമാണമാക്കിയ അധ്യാത്മരാമായണം, വാസിഷ്ഠരാമായണം, ആനന്ദരാമായണം, അത്ഭുതരാമായണം, ഇങ്ങനെ എത്ര രാമായണം എന്ന പേരിൽ തന്നെ സംസ്കൃതത്തിനകത്ത് എത്ര രാമായണങ്ങൾ. ഭാസന്റെ നാടകങ്ങൾ, ഉത്തരരാമചരിതം പോലുള്ള നാടകങ്ങൾ, കാളിദാസന്റെ രഘുവംശം, ഭവഭൂതിയുടെ ഉത്തരരാമചരിതം, ഇതൊക്കെ സംസ്കൃത ഭാഷ ജന്മം നൽകിയ രാമാഖ്യാനങ്ങളാണ്. ഇന്ത്യൻ ഭാഷകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എണ്ണമറ്റ പാഠങ്ങൾ കാണാം. ഈ പാഠങ്ങൾ രാമായണത്തെ, വാൽമീകി രാമായണത്തെ അടക്കം വിഴുങ്ങി കേട്ടോ. ഇപ്പൊ ഇന്ത്യയിലുടനീളം എന്താണ് രാമായണം എന്ന് ചോദിച്ചാൽ അത് വാൽമീകി രാമായണം ഒന്നുമല്ല, അത് വാൽമീകി എന്ന പേര് മാത്രമാണ്. ഉത്തരഭാരതത്തിലുടനീളം രാമായണം എന്ന് പറയുന്നത് തുളസീദാസിന്റെ രാമചരിതമാനസാണ്. കേരളത്തിൽ രാമായണം എന്ന് പറയുന്നത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ്. അതല്ലാതെ ഒരൊറ്റ രാമായണത്തെ അല്ല ഇന്ത്യക്കാർ രാമായണമായി കൊണ്ടു നടക്കുന്നത്. അതിൽ പൊതുവായുള്ളത് ഒറ്റ കാര്യമാണ്, അത് രാമായണം എന്നുള്ള പേര് മാത്രമാണ്. പിന്നെ രാമകഥയുടെ കേന്ദ്രം ഞാൻ നേരത്തെ പറഞ്ഞ രാമനും സീതയും ലക്ഷ്മണനും രാവണനും ഉൾപ്പെടുന്ന ഒരു കഥാതന്തു. ബാക്കി രാമാനുജൻ പറയുന്നുണ്ട് അതിൻ്റെ ഈ നെയ്ത്ത് വേറെയാണ്, അതിൻ്റെ നൂല് വേറെയാണ്. രാമാനുജൻ കൗതുകമുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഈ രാമായണം ഒരു രാമായണാണ് എന്ന് പറയുന്നത് പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്ന ഒരു പഴയ കഥ പോലെയാണെന്ന് പറയും. രാമാനുജൻ പാരമ്പര്യത്തെക്കുറിച്ച് പറയാനായിട്ട് കൗതുകമുള്ള ഒരു കഥ എപ്പോഴും പറയും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോടാലി ഒരാളുടെ കയ്യിലുണ്ട്.
അപ്പൊ അയാൾ പറഞ്ഞു, ഇത് എൻ്റെ അപ്പനപ്പൂപ്പന്മാരായിട്ടുള്ള അനവധി തലമുറയായിട്ട് ഞങ്ങൾ കൊണ്ടു നടക്കുന്നതാണ് ഈ മഴു എന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ ചോദിച്ചു, ഇതിന്റെ അലകൊരിക്കലും മാറിയിട്ടില്ലേ? അപ്പൊ അയാൾ പറഞ്ഞു, അതല്ല, 1-2 തവണ അലക് മാറേണ്ടി വന്നിട്ടുണ്ട്, അത് ഒടിഞ്ഞു പോയി, പൊട്ടിപ്പോയി, അലക് മാറി, എങ്കിലും മഴു പഴയത് തന്നെയാണ്. പിടി അത് തന്നെയാണോ? അങ്ങനെയല്ല, പിടി ഒരിക്കൽ പൊളിഞ്ഞു പോയി, വേറൊരു തവണ ഒടിഞ്ഞു പോയി, അങ്ങനെ 2-3 തവണ പിടി മാറി, എങ്കിലും മഴു അത് തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇതാണ് നമ്മുടെ പാരമ്പര്യം. അലക് മാറിയിട്ടുണ്ടാവും, പിടിയും മാറിയിട്ടുണ്ടാവും, പക്ഷെ മഴു അത് തന്നെയായിരിക്കും. എന്നതുപോലെ നിങ്ങളുടെ അലകും മാറി, നിങ്ങളുടെ പിടിയും മാറി, പക്ഷെ മഴു അത് തന്നെയാണ്. എല്ലാം രാമായണമാണ്. അതിക്കവിഞ്ഞ് ഈ മുഴുവൻ രാമായണങ്ങളിലും രാമായണമായി ഏറെയൊന്നും ഇല്ല. ഓരോന്നിലും ഓരോന്നാണ്. ഞാൻ ഇന്ത്യൻ ഭാഷകളിൽ പ്രവർത്തിച്ച രാമായണങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. തുളസീദാസിന്റെ രാമചരിതമാനസം വാസ്തവത്തിൽ ഉത്തരഭാരതത്തിൽ ഭക്തിപ്രസ്ഥാനമായി പടർന്ന് പന്തലിച്ച് രാമനെ കുറിച്ചുള്ള നമ്മുടെ ഇക്കാലത്തെ ആധുനിക ധാരണകളെ മുഴുവൻ അടിസ്ഥാനപരമായി നിർണയിച്ചത് 15-16 നൂറ്റാണ്ടുകളിലെ ഭക്തിപ്രസ്ഥാനവും അതിൻ്റെ കേന്ദ്രത്തിൽ നിലക്കൊണ്ട രാമചരിതമാനസവുമാണ്. വാസ്തവത്തിൽ ഓർക്കേണ്ട കാര്യം, രാമൻ ഒരു സുപ്രധാന കഥാപാത്രമായി നമ്മുടെ ദൈവഭാവനയ്ക്കകത്തേക്ക് കടന്നു കയറിയത് രാമചരിതമാനസം വഴിയാണ്. അതിനു മുമ്പ് ഇന്ത്യൻ ഭക്തിഭാവനയിൽ രാമൻ അത്ര പ്രധാനിയായ ദൈവമല്ല. ഭക്തിപ്രസ്ഥാനം ജന്മം നൽകിയ ദൈവങ്ങളാണ് വാസ്തവത്തിൽ ഇന്ന് നമ്മുടെ ഈ രാമകൃഷ്ണ സങ്കല്പങ്ങളെ വളരെ കൂടുതൽ നിർവചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കൃഷ്ണസങ്കല്പം കുറെ കൂടി എന്താ പറയാ, മധുരഭക്തിയുടെ ശൃംഗാരലോലുപത്വത്തിന്റെ വഴിയിലേക്ക് തിരിയേണ്ടായി. രാമനാകട്ടെ ഒരാദർശ രാമനായിട്ട് മാറുകയും ചെയ്തു. കുട്ടികൃഷ്ണമാരാരുടെ വാൽമീകിയുടെ രാമായണം വായിച്ചു നോക്കിയാൽ സാധാരണ നിലക്ക് ഒരാൾക്ക് ദേഷ്യം വരാൻ വേണ്ടതൊക്കെ ഉണ്ട്. ഇന്നാണെങ്കിൽ ഏതാണ്ട് നിങ്ങളുടെ തല പോകാനും വേണ്ടതുണ്ട്. പഴയതായതുകൊണ്ട് അത് വായിച്ചു നോക്കിയാൽ മതി. ഞാൻ കഥ പറയണില്ല, എനിക്ക് ജീവനിൽ ഇനിയും കൊതിയുണ്ടല്ലോ. ഇയാൾ അതും കൂടി പറയും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കണ്ട. അതില് മാരാര് പറയും, ആരാണ് രാമൻ? ഇപ്പോ ഭരതൻ രാമനെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നു. ഭരതൻ രാമനെ ക്ഷണിക്കാൻ വരുന്നത് ദൂരെ പർവ്വതമുകളിൽ നിന്ന് കണ്ടിട്ട് രാമൻ പറയുന്നു, നമ്മെ ഇവിടെ നിന്ന് ഓടിക്കാൻ അവൻ വരുന്നു. വാസ്തവത്തിൽ പാതുക പട്ടാഭിഷേകം നടത്തിയിട്ട് പാതുകം വെച്ച് പൂജിക്കുകയാണ്. സാഹോദര്യത്തിന്റെ പരമാവതാരമായിട്ടാണ് ഭരതൻ വരണത്. പക്ഷെ കണ്ടിട്ട് രാമൻ കരുതിയത് നമ്മെ നാട്ടിൽ നിന്ന് ഓടിച്ചതുപോലെ നമ്മെ ഇവിടെ നിന്ന് ഓടിക്കാൻ. ശൂർപ്പണഖ വരുന്നു, രാമനോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നു. അപ്പൊ രാമൻ പറയും, ഏനം ഭജ വിശാലാക്ഷി ഭർത്താരം ഭ്രാതരം മമ. ലക്ഷ്മണനെ ഭർത്താവാക്കൂ, ഞാൻ ഭാര്യാസമേതനാണ്, ലക്ഷ്മണനെ ഭർത്താവാക്കൂ. മാരാര് ചോദിക്കുന്നുണ്ട്, ലക്ഷ്മണന് പത്നിയുണ്ടെന്ന് അറിയാത്ത ആളാണോ രാമൻ? ഊർമിളയുണ്ടെന്ന് അറിയാത്ത ആളാണോ രാമൻ? പക്ഷേ രാമൻ അങ്ങനെ പറഞ്ഞു, ഭർത്താരം ഭ്രാതരം മമ അസപത്നേ വരാരോഹോ മേരുമർക്ക പ്രഭായത. സൂര്യകിരണങ്ങളും പർവ്വതങ്ങളും തമ്മിൽ ഒരുമിച്ചിരിക്കുന്നത് പോലെ ഒത്തൊരുമിച്ച് ചേർന്ന് ജീവിക്കൂ എന്ന് പറയുന്നു. അതിൽ പറയാൻ ശ്രമിച്ചത് നമ്മളെയൊക്കെ പോലുള്ള ഒരാളാണ് രാമൻ എന്നാണ്. ഈ മാനുഷികമായ ദൗർബല്യങ്ങളുടെയും പ്രതികാരത്തിൻ്റെയും സങ്കടങ്ങളുടെയും ഒക്കെ ഉള്ളിൽ അലയടിക്കുന്ന ഒരു ജീവിതമായിരുന്നു രാമൻ്റേത്. ആ രാമനെ പക്ഷേ തുളസീദാസിന്റെ രാമചരിതമാനസം വിഴുങ്ങി, ഭക്തിപ്രസ്ഥാനം വിഴുങ്ങി. അതോടെ ആദികവി എന്ന പേരല്ലാതെ ആദികാവ്യത്തിലെ രാമായണ സങ്കല്പം വാസ്തവത്തിൽ നമ്മുടെ മുമ്പിൽ നിന്ന് പോയി. ആദികാവ്യത്തിലെ രാമായണ സങ്കല്പത്തിന് 2 സവിശേഷതകളുണ്ട്. ഒന്ന്, അത് കരുണയിൽ ഊന്നിയതാണ്. 2, രാമൻ എന്ന മനുഷ്യന്റെ ധർമ്മസങ്കടങ്ങൾ അതിൽ പ്രധാനമാണ്. ഈ കരുണയുടെയും ധർമ്മസങ്കടങ്ങളുടെയും ലോകത്തിന്റെ മുകളിൽ ദൈവാവതാരമായ രാമന്റെ അവതാരപൂർണതയും ഗുണപുഷ്ടിയും രാമന്റെ വീരസാഹസികതയും മേൽക്കൈ നേടിയ ഒന്നാണ് ഭക്തിപ്രസ്ഥാനത്തിലെ രാമൻ. അതുകൊണ്ട് ഭക്തിപ്രസ്ഥാനം ജന്മം നൽകിയ രാമനിലൂടെ രാമനെ അറിഞ്ഞാൽ വാൽമീകിയുടെ രാമനെ നിങ്ങൾ ഏറെയൊന്നും അറിയില്ല എന്നാണ് അങ്ങേയറ്റത്തെ ഭക്തി ഉണ്ടായിരുന്ന കുട്ടികൃഷ്ണമാരാർക്ക് തന്നെ തോന്നിയ ഒരു കാര്യം. എന്തായാലും ഈ തോന്നലിനെ, വാൽമീകിയുടെ രാമനെ തന്നെ വിഴുങ്ങിയ നമ്മുടെ ഭക്തി പാരമ്പര്യത്തിൻ്റെ രാമസങ്കല്പത്തിന് ആധാരമായത് തുളസീദാസിൻ്റെ ഉത്തരരാമചരിതമാണ്. ഇന്ത്യയിലെ ഓരോ ഭാഷകളിലും
ഭക്തിപ്രസ്ഥാനത്തോട് ചേർന്ന് രാമനെ ദൈവാവതാരവും പരമവിശുദ്ധ സ്ഥാനവുമാക്കി മാറ്റുന്ന രാമായണങ്ങളുടെ ഒരു പരമ്പര 12-ാം നൂറ്റാണ്ടിനും 17-ാം നൂറ്റാണ്ടിനും ഇടയിൽ പറക്കുകയുണ്ടായി. 5 നൂറ്റാണ്ട് കൊണ്ട് രാമായണങ്ങൾ മിക്കവാറും എല്ലാ ഭാഷകളിലും എഴുതപ്പെട്ടു. അവിടങ്ങളിലൊക്കെ നിലവിൽ വന്ന രാമായണം ഒരുപക്ഷെ BC 4-ാം നൂറ്റാണ്ടിനും BC 2-ാം നൂറ്റാണ്ടിനും AD 2-ാം നൂറ്റാണ്ടിനും ഇടയിൽ പൂർണ്ണരൂപത്തിലെത്തിയ രാമായണത്തിന്റെ ആദ്യ ഭാഗത്തിലെ രാമസങ്കല്പത്തെ, അതിലെ ജീവിത സങ്കല്പത്തെ സമ്പൂർണമായി തമസ്കരിക്കുകയും ചെയ്തു. ഓരോ ഭാഷയിലും വന്നു. കാശ്മീരി രാമായണം, രാമാവതാര ചരിതം എന്ന പേരിൽ കാശ്മീരി രാമായണം വന്നു. ഗുജറാത്തിൽ പ്രേമാനന്ദ സരസ്വതിയുടെ തുളസീകൃത രാമായണം വന്നു. മറാഠിയിൽ ഏകനാഥ കവിയുടെ ഭാവാർത്ഥ രാമായണം വന്നു. ആസാമിൽ മാധവകന്ദലിയുടെ കഥാരാമായണം വന്നു. ആന്ധ്രയിൽ ബൃദ്ധരേഡിയുടെ ശ്രീരംഗനാഥ രാമായണം, കന്നഡയിൽ ജൈനമതത്തിന്റെ കുമുദേന്ദു രാമായണം, തമിഴിൽ കമ്പരുടെ കമ്പരാമായണം, ബംഗാളിൽ കൃത്തിവാസന്റെ കൃത്തിവാസ രാമായണം, ബുദ്ധമതത്തിന്റെ ദശരഥ ജാതകം, ജൈനമതത്തിന്റെ വിമലസൂരിയുടെ പൗമചര്യം, മലയാളത്തിലാണെങ്കിൽ രാമചരിതം മുതൽ കണ്ണശരാമായണം മുതൽ അധ്യാത്മരാമായണം കിളിപ്പാട്ട് മുതൽ നമ്മുടെ മാപ്പിള രാമായണം വരെ. എത്ര പാഠങ്ങൾ! ഓരോ ഭാഷയിലും ഓരോ തരം പാഠങ്ങൾ, ഓരോ ഭാഷയിലും ഓരോ തരം രാമന്മാർ, ഓരോ തരം രാമസങ്കല്പങ്ങൾ. ഇതിനെയെല്ലാം കൂട്ടിയിണക്കുന്ന ഒരു ഐതിഹ്യ പടലം മാത്രമായിട്ടാണ് വാസ്തവത്തിൽ വാൽമീകി രാമായണമോ രാമകഥയെന്ന അടിസ്ഥാന തന്തുവോ നിലനിന്നിട്ടുള്ളത്. നമ്മൾ ഈ ജാതിയും വർണ്ണവും എന്ന് പറയുമ്പോൾ പറയാറുള്ള ഒരാശയമുണ്ടല്ലോ, പലപ്പോഴും നാട്ടിലിപ്പോൾ പറയണത് എന്താന്ന് വെച്ചാൽ, ഈ വർണ്ണവ്യവസ്ഥ അത്ര കുഴപ്പമൊന്നും ഉണ്ടായില്ല, വർണ്ണവ്യവസ്ഥ തൊഴിൽ വിഭജനായിരുന്നു, വർണ്ണവ്യവസ്ഥ ദുഷിച്ചാണ് ജാതിയായത്, അതുകൊണ്ട് ജാതിയാണ് മോശം, വർണ്ണം ഒരു തൊഴിൽ വിഭജനമാണ്. നല്ല ശേഷിയുള്ളവർ ഭരിക്കുക, നല്ല വിജ്ഞാനമുള്ളവർ പൂജാകാര്യങ്ങളും ബൗദ്ധിക പ്രവർത്തനങ്ങളും ചെയ്യുക, ഒരു കൂട്ടർ കച്ചവടം നടത്തുക, വേറൊരു കൂട്ടർ പാദസേവ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. വർണ്ണവ്യവസ്ഥ അത് തൊഴിൽ വിഭജനമാണ്. ഗാന്ധിജി വരെ പറഞ്ഞിരുന്നത് അങ്ങനെയാണ്. വാസ്തവത്തിൽ നിങ്ങൾ ഇന്ത്യയിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾ ഈ വർണ്ണം എന്ന് പറയുന്ന സാധനത്തെ ഇന്ത്യയിൽ എവിടെയെങ്കിലും കാണുമോ? നിങ്ങളൊരു ബ്രാഹ്മണനെ ഇന്ത്യയിൽ കാണുമോ? ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ജാതികളെ അല്ലാതെ ഒരു കേവല ബ്രാഹ്മണൻ. ഉത്തരഭാരതത്തിൽ ചെന്നാൽ ബ്രാഹ്മണ ജാതിയായി ദ്വിവേദി, ത്രിവേദി, ചതുർവേദി കാണാം. ബംഗാളിൽ ചാറ്റർജി, ബാനർജി, ചതോപാധ്യായ, ബന്ദോപാധ്യായ, നമ്മുടെ ഇവിടെ അയ്യങ്കാര്, ദീക്ഷിതര്, ഇങ്ങനെ ബ്രാഹ്മണ ജാതികളല്ലാതെ ബ്രാഹ്മണൻ എന്ന വർണ്ണം എവിടെ? വർണ്ണ ഇല്ല. വർണ്ണ ഒരു സങ്കല്പരാശിയായി മുകളിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഭൗതികമായി നിലനിന്നത് ജാതിയാണ്. ക്ഷത്രിയ വർണ്ണത്തിൽ ഒരാളില്ല, ക്ഷത്രിയ വർണ്ണത്തിൽപ്പെട്ട ജാതികളേ ഉള്ളൂ. അത് രജപുത്രന്മാരൊരു ഭാഗത്തായി, ഇവിടെ വർമ്മമാരായി, നയന്മാർ ഇവിടെ ക്ഷത്രിയന്മാരാണെന്നൊരു സന്തോഷത്തിന് പറഞ്ഞു നടക്കുന്നുണ്ട്. അത് അവരുടെ ഒരു ആനന്ദം, ഒരു സന്തോഷത്തിന് പറഞ്ഞു നടക്കണ ശൂദ്രന്മാരാ. ക്ഷത്രിയരില്ല, ക്ഷത്രിയ ജാതികളെ ഉള്ളൂ, വൈശ്യജാതികളെ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഇന്ത്യയിൽ വസ്തുതാപരമായി ഉണ്ടായത്, ഭൗതികമായി ഉണ്ടായത് ജാതിയാണ്. ജാതികളെ വലയം ചെയ്യുന്ന ഒരു ആശയക്രമം മാത്രമായിട്ടാണ് വർണ്ണം നിലനിന്നത്, അല്ലാതെ വർണ്ണം ഒരു ഭൗതിക രൂപമായി നിലനിന്നിട്ടില്ല. എന്നതുപോലെ രാമായണത്തിന്റെ ഏകപാഠമില്ല. രാമായണം ഭിന്ന പ്രകാരങ്ങളിൽ, ഭിന്ന സമൂഹങ്ങളിൽ, ഭിന്ന രീതികളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അതിനെ വലയം ചെയ്യുന്ന ഒരു കഥനത്തിന്റെ കേവല സങ്കല്പമായി രാമകഥയും നിലനിന്നു. രാമകഥ ഭിന്ന രൂപങ്ങളിൽ തെളിഞ്ഞു. അല്ലാതെ ഒരാദ്യ പാഠം പൂർണ്ണ രൂപത്തിൽ ആദ്യമേ വരിക, പിന്നെ അത് നാട്ടുഭാഷകളിലേക്ക് തിരിഞ്ഞ് പാഠഭേദങ്ങളായി തീരുക. ഞാൻ നേരത്തെ രാഗവും നാടൻപാട്ടും തമ്മിലുള്ള ബന്ധം പറഞ്ഞ പോലെ അങ്ങനെയല്ല. ഇപ്പൊ രാമായണം തന്നെ എപ്പോഴാണ് വന്നത്? ഇപ്പൊ ആദികാവ്യം എന്ന് പറയുമെങ്കിലും സംശയരഹിതമായും രാമായണത്തിനു മുമ്പേ മഹാഭാരത ഭാഗങ്ങൾ വന്നു കേട്ടോ. മഹാഭാരതത്തിലെയും രാമായണത്തിലെയും ഭാഷ താരതമ്യം ചെയ്ത എല്ലാ പണ്ഡിതന്മാരും രാമായണ ഭാഷ ഏതാണ്ട് BC അവസാന നൂറ്റാണ്ടുകളോട് ചേർന്നതാണെന്നും, മഹാഭാരതത്തിലെ ആദ്യ ഭാഗങ്ങൾ, ആഖ്യാന ഭാഗങ്ങളുടെ ഭാഷ ഏതാണ്ട് BC 1-ാം സഹസ്രാബ്ദത്തിലെ വൈദിക കാലത്തിന്റെ അവസാന ദശയിലെ ഭാഷയാണ് എന്നും കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ട് മഹാഭാരതത്തിന്റെ മൂലഭാഗങ്ങൾ ഗാഥകളായും നാരശംസികളായും സൂതന്മാരും മാഗധന്മാരും കുശീലവന്മാരും പാടി നടന്ന പാട്ടുകളായി പൊട്ടിപ്പുറപ്പെട്ട മഹാഭാരത ഭാഗങ്ങൾ BC 1000-ന് തൊട്ട് താഴെ രൂപപ്പെട്ടു തുടങ്ങി.
അതിനും എത്രയോ ശേഷം 3-4 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് രാമായണ കഥ വരുന്നത്. രാമായണത്തിൻ്റെ അടിസ്ഥാന ഘടന രൂപം കൊള്ളുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൗര്യഭരണം ജന്മം നൽകിയ സ്വച്ഛശാന്തമായ ഒരു ധർമ്മസങ്കല്പത്തിൻ്റെ അടിത്തറയിലാണ്. മൗര്യഭരണത്തോട് ചേർന്നാണ് ഈ രാമായണം ഒരു ടെക്സ്റ്റൽ ഫോമിലേക്ക് എത്തുന്നത്. ഇന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്, ചരിത്രപരമായി കണക്കാക്കപ്പെടുന്നത് BC 2-ാം നൂറ്റാണ്ടിനും AD 2-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള ഒരു 4 നൂറ്റാണ്ട് കൊണ്ടാണ്. ഈ 4 നൂറ്റാണ്ടുകൾക്കിടയിലാണ് രാമായണത്തിന്റെ ആദ്യ രൂപം നിലവിൽ വന്നത്. ആദ്യ രൂപം ഞാൻ പറയുന്നതിന് ഒരു കാരണമുണ്ട്. ഈ ആദ്യ രൂപത്തിൽ രാമൻ ദൈവാവതാരമല്ല. നേരത്തെ ആലങ്കോടിലൂടെ പറയുണ്ടായി, ദൈവസങ്കല്പം വളരെ പിൽക്കാലത്ത് നമ്മുടെ രചനകളിലേക്ക് വലിയ തോതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഷഡ്ദർശനങ്ങളിൽ മിക്കവാറും പലതും, പ്രധാനപ്പെട്ടവയെല്ലാം വേദപ്രമാണത്തെ മാനിക്കാത്ത നാസ്തിക പാരമ്പര്യത്തിൽപ്പെട്ട പദ്ധതികളായിരുന്നു. പക്ഷെ പിന്നീട് അവയിലേക്ക് ആസ്തികമായ അംശങ്ങൾ, വൈദികമായ ആശയങ്ങൾ കൂട്ടിവിളക്കി അവയെ ആസ്തികവൽക്കരിക്കുകയാണ് ചെയ്തത് എന്ന് പൊതുവെ നാം ഇന്ന് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്നതുപോലെ രാമായണത്തിന്റെ ആദ്യ രൂപം ഏതാണ്? രാമായണവും രാമനും ദൈവാവതാരമായി തീരുന്ന രാമകഥ ദൈവകഥയായി മാറുന്നതിനു മുമ്പുള്ള, നേരത്തെ പറഞ്ഞ മാനുഷികമായ സന്നിഗ്ധതകളിലും ധർമ്മസങ്കടങ്ങളിലും പെട്ട് ഉഴലുന്ന ഒരു മനുഷ്യന്റെ സങ്കടങ്ങളുടെ കഥയായി തീർന്ന രാമായണം. ഈ രാമായണാണ് രാമായണത്തിന്റെ ആദിരൂപം. പൊതുവെ എന്ന് വിശ്വസിക്കപ്പെടുന്നത്, ചരിത്രകാരന്മാരൊക്കെ വിശദീകരിക്കുന്നത്, ബാലകാന്ഡം കഴിഞ്ഞ് അയോധ്യാകാന്ഡത്തിന്റെ പകുതി മുതൽ ഉത്തരരാമായണം വരെയുള്ള ഭാഗമാണ് രാമായണത്തിന്റെ ആദ്യ പാഠങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നാണ്. ഉത്തരരാമായണത്തിൽ എത്തുമ്പോഴാണ് നിങ്ങൾക്കറിയുന്നത് പോലെ സീതാപരിത്യാഗം, സീതയുടെ അഗ്നിപരീക്ഷ വരുന്നു, രാമന്റെ പ്രശ്നങ്ങൾ വരുന്നു, അങ്ങനെ പലമാതിരി കഥകൾ വരുന്നു. ബാലകാണ്ഡത്തിലാണ് രാമൻ ദൈവാവതാരമായി തീരുന്നതിൻ്റെ വലിയ വിശദീകരണങ്ങൾ പലതും ഉള്ളത്. ഇങ്ങനെ ബാലകാണ്ഡം, അയോധ്യാകാന്ഡത്തിന്റെ മധ്യഭാഗം വരെയുള്ള ഭാഗങ്ങൾ ഉത്തരരാമായണം. ഈ ഭാഗങ്ങളൊക്കെ രാമായണത്തിന്റെ പിൽക്കാല പ്രവേശങ്ങളാണ്, കൂട്ടിച്ചേർക്കലുകളാണ് എന്നും നാം ഇന്ന് കാണുന്ന 24,000 ശ്ലോകങ്ങളോളമുള്ള രാമായണം ഇങ്ങനെ ഇതിൻ്റെ അവസാന ഘട്ടത്തിൽ AD 2-ാം നൂറ്റാണ്ടിന് ശേഷം അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിച്ചേർന്നതാണെന്നും, രാമായണത്തിന്റെ പാഠരൂപം ആദ്യം രൂപപ്പെട്ടു തുടങ്ങുന്ന BC അവസാന നൂറ്റാണ്ടുകളിൽ ബാലകാണ്ഡമില്ലാത്ത, അയോധ്യാകാന്ഡത്തിന്റെ ആദിഭാഗങ്ങളില്ലാത്ത, ഉത്തരരാമായണമില്ലാത്ത ഒരു രാമായണ രൂപമാണ് നിലനിന്നിരുന്നത് എന്നും രാമായണത്തിന്റെ പാഠവിമർശകർ പറയുന്നുണ്ട്. ഞാനിങ്ങനെ പറയുമ്പോൾ രാമായണം ഇതാണ് ശരിയായ രാമായണം എന്നൊന്നുമല്ല വാദിക്കണത്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഏത് രാമായണമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നോ അതാണ് രാമായണം. അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും മനുഷ്യന്മാർക്കുണ്ട്. പക്ഷേ ഒപ്പം തന്നെ നാം ഓർക്കേണ്ട കാര്യം, ചരിത്രത്തിൽ ഇങ്ങനെ ഒരു രാമായണത്തിൻ്റെ എന്താ പറയുക സഞ്ചാരകഥയും നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ രാമായണം എന്ന് പറയുന്നത് ഈ പാഠാന്തരങ്ങളുടെ ഒരു പെരുപ്പത്തെയാണ്. അതിനുള്ളിൽ ഒരു ആദിമൂലം എന്ന് പറയാവുന്ന ഒന്നില്ല. അതുകൊണ്ടാണ് രാമാനുജൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇവ വ്യാഖ്യാനങ്ങളല്ല, മറിച്ച് കഥനങ്ങളാണ്. കഥനങ്ങളാവുമ്പോൾ ഒരു കഥനം അതിൻ്റെതായൊരു കഥനയുക്തിയിലേക്ക് ഈ രാമകഥയെ വിന്യസിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കഥനങ്ങളിലെല്ലാം കഥ ഒന്നാണ്, പക്ഷേ അവയുടെ വ്യവഹാരം രണ്ടാണ്. കഥ മാത്രമേ ഒന്നുള്ളൂ, വ്യവഹാരങ്ങളൊക്കെ വേറെയാണ്. ഓരോ രാമായണത്തിൻ്റെയും വ്യവഹാരം ഓരോ തരത്തിലാണ് എന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഓരോ രാമായണവും നോക്കൂ, മുഖ്യ കഥാപാത്രങ്ങൾ ആരാണ്? എല്ലാത്തിലും രാമായണ കഥാപാത്രങ്ങളെ കാണാം, രാമകഥയിലെ കഥാപാത്രങ്ങളെ കാണാം. പക്ഷേ ഓരോ രാമായണത്തിൻ്റെയും മുഖ്യ കഥാപാത്രങ്ങൾ ഓരോ തരത്തിലാണ്. ഇപ്പോൾ വാൽമീകിയുടെ രാമായണം, വാൽമീകി രാമായണത്തിലെ രാമൻ ആണ് കേന്ദ്ര കഥാപാത്രം. ആ രാമൻ ഒരു മനുഷ്യപ്രകൃതിയായ ഒരാളാണ്, ഉത്തമ പുരുഷൻ. ഗാന്ധിജി വിളിച്ച പേര് മര്യാദാ പുരുഷോത്തമൻ, മര്യാദാ പുരുഷൻ. എന്നാൽ വിമലസൂരിയുടെ രാമായണം, വിമലസൂരി ജൈനമതക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ ജൈന രാമായണമാണ് പൗമചര്യം, ജൈനമതത്തിലെ രാമായണമാണ്. ആ രാമായണത്തിൻ്റെ കേന്ദ്രം രാമനല്ല, ആ രാമായണത്തിൻ്റെ കേന്ദ്രം രാവണനാണ്.
രാവണൻ ജൈനമതത്തിലെ 63 മഹാപുരുഷന്മാർ, ശലാകാപുരുഷന്മാർ എന്ന് ജൈനമതം നിർദ്ദേശിക്കുന്ന 63 ശലാകാപുരുഷന്മാരിൽ ഒരാളാണ് രാവണൻ. ഉത്തമനാണ്, ഗുണവാനാണ്. രാമന് വാൽമീകി രാമായണം കൊടുക്കുന്ന എല്ലാ വിശേഷണങ്ങളും വിമലസൂരിയുടെ ജൈനരാമായണത്തിൽ ചേരുക രാവണനാണ്. അതിപ്പോൾ നമ്മുടെ CN ശ്രീകണ്ഠൻ നായരുടെ ലങ്കാലക്ഷ്മിയിൽ നോക്കിയാലും കാണാം. രാവണൻ ശ്രീജിതനാണ്, സ്ത്രീജിതനല്ല, ശ്രീജിതനാണ്. അവിടെ ഏതാണ്ട് ശ്രീകണ്ഠൻ നായർ പറയുന്നത് സീതയുടെ മഹത്വം അറിയാൻ രാമന് പറ്റില്ല, സീതയുടെ മഹത്വം രാവണനെ മനസ്സിലാവുള്ളൂ. മഹത്വത്തെ അറിയാൻ അത് ഏതാണ്ട് ചിന്താവിഷ്ടയായ സീതയിലും അവസാനം സീത ചോദിക്കുന്നല്ലോ, നിന്റെ മുമ്പിൽ വന്ന് തെളിവേകി ദീനയായി മരുവീടണമെന്നു മന്നവൻ കരുതുന്നോ ശരി, പാവയോ ഇവൾ. രാമ, നീ അങ്ങനെ കരുതുന്നോ? ഇനിയും നിന്റെ മുമ്പിൽ പട്ടമഹിഷിയായി, നിന്റെ യജ്ഞത്തിലെ അർദ്ധപത്നിയായി, അർദ്ധഭാഗമായി ഞാൻ ഇനിയും നിന്റെ രാജസഭയിലെ പട്ടമഹിഷിയായി ഇരിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? അവസാനത്തെ വാക്യാണ് പാവയോ ഇവൾ. ആത്മബോധം വന്ന സ്ത്രീയാണ്. അത് ഞാൻ അവസാനം പറയാം. ആത്മബോധം വന്ന സ്ത്രീയാണ് രാമന്റെ ആശാന്റെ സീത. അത് പഴയ സീതയൊന്നുമല്ല, അത് വാൽമീകിയുടെ സീത തന്നെയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി എത്ര പേര് ലേഖനം എഴുതിയെന്ന് ആലോചിച്ചാൽ നമുക്ക് ബോധക്കേട് വരും. എന്തിനാണ് ഇവരെല്ലാം ഇങ്ങനെ ലേഖനം എഴുതിയത് എന്നത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. സീതാരാകാവ്യം ഒറ്റ പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവും ഇത് വാൽമീകിയുടെ സീതയൊന്നും അല്ല എന്ന്. ഒറ്റ പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവും, ഒരു ശ്ലോകം കൊണ്ട് മനസ്സിലാവും. ഐ രാഘവ വന്ദനം ഭവാൻ ഉയരുന്നു ഭുജശാഖ വിട്ട് ഞാൻ, ഭയമറ്റു പറന്നു പോയിടാം സ്വയമിദ്യോവിൽ ഒരാശ്രയം വിന. നിന്റെ തുണ വേണ്ട, നിന്റെ തുണ വേണ്ട, വന്ദനം നിനക്ക് വിടാം. ഉയരുന്നു ഭുജശാഖ വിട്ട് ഞാൻ, ഭയമറ്റു പറന്നു പോയിടാം. ഇന്ത്യൻ പാരമ്പര്യം സ്ത്രീക്ക് ഭയമറ്റ ജീവിതം നൽകിയിട്ടില്ല കേട്ടോ. ഭയമറ്റ ജീവിതം ഇന്ത്യൻ പാരമ്പര്യം നൽകിയിട്ടില്ല. അന്നും ഇന്നും നൽകിയിട്ടില്ല, ഇപ്പോഴും നൽകിയിട്ടില്ല. സീത അത് പറയുന്നുണ്ട്, ഇപ്പോഴും നൽകിയിട്ടില്ല. സീത അന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ വിട്ടുപോകുന്നു. പിതാരക്ഷതി കൗമാരെ ഭർത്താരക്ഷതി യൗവനെ രക്ഷന്തി വാർദ്ധകേ പുത്ര നസ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നതാണ് വിശുദ്ധമായ ആർഷപ്രമാണം. ആ ആർഷപ്രമാണത്തിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിട്ടാണ് രാമൻ ആശാന്റെ സീത പറഞ്ഞത് ഭയമറ്റു പറന്നു പോയിടാം സ്വയമിദ്യോവിൽ ഒരാശ്രയം വിന. ഇന്നും കേരളത്തിൽ ഒരു പെൺകുട്ടിയും രാത്രി 9 മണി കഴിഞ്ഞാൽ സ്വയമിദ്യോവിൽ ഒരാശ്രയം ഇല്ലാതെ പറക്കുന്നില്ല കേട്ടോ, ഇന്നും പറക്കുന്നില്ല. പക്ഷെ ആശാന്റെ സീത അങ്ങനെ എഴുതി. ഈ ശ്ലോകം വായിച്ചാൽ മതി, ധാരാളം പിന്നെയും ശ്ലോകങ്ങളുണ്ട്. അതുകൊണ്ട് അത് വേറൊരു കാര്യം. ഞാൻ പറഞ്ഞു വന്നത് എന്തായാലും രാമകഥ മാത്രമേ ഉള്ളൂ. ആ കഥയുടെ കഥന രീതി മറ്റൊരു വ്യവഹാരത്തെ ഉണ്ടാക്കുന്നു. ആശാൻ ഒരു വ്യവഹാരത്തെ ഉണ്ടാക്കുന്നു. ഇപ്പൊ കമ്പരാമായണം രാമാനുജൻ വിസ്തരിച്ച് ചർച്ച ചെയ്യുന്നത് കമ്പരാമായണവും വാൽമീകി രാമായണവും തമ്മിലുള്ള വൈജാത്യങ്ങളാണ്. കമ്പരാമായണത്തിൽ എത്തുമ്പോൾ കമ്പരാമായണത്തിൽ പരമാവതാരമായ ഒരു ഈശ്വരനായി രാമനെ മാറ്റാൻ വേണ്ടി അഹല്യാമോക്ഷം എന്ന സന്ദർഭത്തെ രാമായണത്തിൽ നിന്ന് എങ്ങനെ കമ്പൻ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കുന്നു എന്ന് അദ്ദേഹം വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. കഥ ഒന്ന് തന്നെ, അഹല്യയുടെ മോക്ഷം, പക്ഷേ വ്യവഹാരം വേറൊന്ന്. അങ്ങനെ ഒരു കഥ തന്നെ ഭിന്ന വ്യവഹാരങ്ങളിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് മൂലപാഠം എന്ന ഒന്ന് രാമായണത്തെ സംബന്ധിച്ച് ഉണ്ടെന്ന് പറഞ്ഞുകൂടാ. ആ മൂലപാഠമാണ് എല്ലാ പാഠത്തിൻ്റെയും ആധാരം എന്ന് നാം കരുതുന്നത് വാസ്തവത്തിൽ ആധുനിക ഘട്ടത്തിൽ രാമായണത്തിനുണ്ടായ പുതിയ പരിവേഷങ്ങളുടെ സന്ദർഭത്തിലാണ്. അവിടെ രാമാനുജൻ രസമുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ചൈനയിലാണല്ലോ ചായപ്പൊടി ഉണ്ടായത്. ചൈനക്കാർ ചായപ്പൊടി ഉണ്ടാക്കി. ആ ചൈനയിൽ നിന്ന് അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ചൈനയിൽ നിന്ന്, ചൈനയുടെ വടക്കൻ പ്രദേശങ്ങളിൽ നിന്ന് ലോകത്തേക്ക് പരന്ന ചായപ്പൊടി ഇന്ന് നാം അറിയുന്ന അതിൻ്റെ ഇംഗ്ലീഷ് പേരിലേക്ക് എത്തിച്ചേർന്നു. ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും അങ്ങനെയുള്ള ഭാഷകളിലൊക്കെ ടീ എന്ന പേരിൽ അറിയപ്പെടുന്നു. തെക്കൻ മേഖലയിൽ നിന്ന്, തെക്കൻ ചൈനീസ് മേഖലകളിൽ നിന്ന് ലോകത്തേക്ക് സഞ്ചരിച്ച ചായപ്പൊടി നമ്മുടെ ചായയുടെ പേരിൽ അറിയപ്പെടുന്നു. ഹിന്ദിയിലും റഷ്യൻ ഭാഷയിലും ലോകത്തെ പല ഭാഷകളിലും ചൈനയുടെ തെക്കൻ ഭാഗങ്ങളിൽ നിന്ന് ചായപ്പൊടി എത്തിയിടത്തൊക്കെ ചായ തന്നെയാണ്. വടക്കൻ ഭാഗങ്ങളിൽ നിന്ന് പോയിടത്തൊക്കെ ചായ ടീ ആയിട്ട് മാറി എന്ന് രാമാനുജൻ പറയുന്നുണ്ട്. ഇതുപോലെ രാമകഥയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് 3 സഞ്ചാരപഥങ്ങളുണ്ട് എന്ന കാര്യം അദ്ദേഹം പറയുന്നു. ഏതൊക്കെ?
ഒന്ന് കരയിലൂടെയുള്ള വടക്കൻ പാത. കരയിലൂടെ ഉള്ള വടക്കൻ പാത വഴി രാമായണം, രാമകഥ എവിടേക്കൊക്കെ പോയി? പഞ്ചാബിലേക്ക്, കാശ്മീരിലേക്ക്, കാശ്മീരിൽ നിന്ന് ടിബറ്റിലേക്ക്, ചൈനയിലേക്ക്, തുർക്കിസ്ഥാൻ വരെ, കിഴക്കൻ തുർക്കിസ്ഥാൻ വരെ ഈ വടക്കൻ പാതയിലൂടെ, കരവഴിയുള്ള വടക്കൻ പാതയിലൂടെ രാമകഥ സഞ്ചരിച്ചു. കടൽ വഴിയുള്ള തെക്കൻ പാതയാണ് രണ്ടാമത്തേത്. ആ തെക്കൻ പാത ഗുജറാത്തിൽ നിന്ന് തുടങ്ങി തെക്കേ ഇന്ത്യയിലെത്തി, ജാവയിലെത്തി, സുമാട്രയിലെത്തി, മലൈദ്വീപുകളിലേക്ക് എത്തി, ഇന്തോനേഷ്യയിലേക്ക് സഞ്ചരിച്ച കടൽ വഴിയുള്ള തെക്കൻ പാത. 3 കരവഴിയുള്ള കിഴക്കൻ പാത. ആ കിഴക്കൻ പാത ബംഗാൾ വഴി ബർമയിലേക്കും തായ്ലാൻഡിലേക്കും ലാവോസിലേക്കും വിയറ്റ്നാമിലേക്കും കംബോഡിയയിലേക്കും ഒക്കെ ആ കിഴക്കൻ പാത പോയി. ഇങ്ങനെ 3 പാതകളിലൂടെ സന്തോഷ് ദേശായിയുടെ രാമപഠനത്തെ മുൻനിർത്തിയാണ് രാമാനുജൻ അത് പറയുന്നത്. ഈ 3 പാതകളിലൂടെയും രാമകഥ സഞ്ചരിച്ചു. 3 പാതകളിലൂടെ സഞ്ചരിച്ച് വ്യത്യസ്ത പ്രദേശങ്ങളിൽ, വ്യത്യസ്ത സ്ഥാനങ്ങളിൽ അത് ചെന്നെത്തിപ്പെടുകയും അവിടെയൊക്കെ സവിശേഷ രാമായണങ്ങളായിട്ട് അത് മാറിത്തീരുകയും ചെയ്തു. അതിനു മുമ്പ് തന്നെ, ആ സഞ്ചാരങ്ങൾക്കൊക്കെ മുമ്പ് തന്നെ രാമകഥയ്ക്ക് ഭിന്ന പാഠങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 മതങ്ങളും, ബുദ്ധമതവും ജൈനമതവും രാമകഥ ഉണ്ടാക്കി. ബുദ്ധമതക്കാരുടെ ദശരഥ ജാതകം, ആ ദശരഥ ജാതകത്തിൽ രാമനെ കേന്ദ്രീകരിക്കുന്ന ഒരു പരാക്രമത്തിന്റെ കഥയായിട്ടല്ല രാമായണം വരുന്നത്, രാമകഥ വരുന്നത്. ജൈനമതക്കാരുടെ രാമായണം പൗമചര്യം. ആ പൗമചര്യത്തിലെ പ്രത്യേകത എന്താ വെച്ചാൽ, രാമനല്ല രാവണനെ കൊല്ലുന്നത് പോലും. രാവണനെ കൊല്ലുന്നത് ലക്ഷ്മണനാണ്. കാരണം ജൈനനായകന് കൊല്ലാൻ പറ്റില്ല. ജൈനനായകന് കൊല്ലാൻ പറ്റാത്തതുകൊണ്ട് കൊല്ലാനുള്ള പണി അനിയനെ ഏൽപ്പിച്ചിട്ട് രാമൻ തത്വവിചാരം നടത്തുന്ന ആളാണ്. രാവണൻ മഹാപുരുഷനാണ്. ഇങ്ങനെ എത്ര കഥകൾ. തമിഴ്നാട്ടിൽ പ്രചാരത്തിലുള്ള നാടോടി രാമായണങ്ങളിൽ ഒന്നിൽ രാവണന്റെ മകളാണല്ലോ സീത. നമ്മുടെ വയലാർ രാമവർമ്മയുടെ രാവണപുത്രി വേദവതി എന്ന പേരിൽ അദ്ദേഹം ഒരു ദ്രാവിഡ നായികയെ സങ്കല്പിക്കുകയും അവളിൽ തനിക്ക് ജനിച്ച മകളാണ് സീത എന്ന് പറയുകയും ആ സീതയോടുള്ള രാവണന്റെ സ്നേഹം കൊണ്ടാണ് മകളെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് എന്ന് വരികയും ചെയ്യുന്നു. നാടോടി രാമായണങ്ങൾ കന്നഡത്തിൽ രാമാനുജൻ പറയുന്ന കൗതുകമുള്ള ഒരു കാര്യമുണ്ട്. കന്നഡത്തിൽ സീത എന്നുള്ള വാക്കിന്റെ അർത്ഥം അയാൾ തുമ്മി എന്നാണ്. തുമ്മുക. രാവണന്റെ മൂക്കിലൂടെയാണത്രേ സീത പുറത്തു വന്നത് തുമ്മിയ സമയത്ത്. അതുകൊണ്ട് സീത എന്നുള്ള വാക്ക് രാവണന്റെ മൂക്കിൽ നിന്ന് ജനിച്ച രാവണന്റെ മകളായിട്ട് കന്നഡയിലെ നാടോടി രാമായണങ്ങളിൽ ഒന്നിൽ സീതയെ കാണാം. ആ സീതയോട്, മകളോടുള്ള സ്നേഹവാത്സല്യങ്ങളും അവളെ ചൊല്ലി താൻ നശിക്കും എന്ന പ്രവചനത്തെ ചൊല്ലിയുള്ള ഭീതിയുമാണ് രാവണന് സീതയെ തട്ടിക്കൊണ്ടുപോരാനായിട്ട് കാരണമായി തീരുന്നത്. തായ്ലൻഡിൽ ഒരുപക്ഷെ ഇന്ത്യയേക്കാൾ കൂടുതൽ രാമകഥ പ്രബലമായി പ്രവർത്തിക്കുന്ന സംസ്കാരങ്ങളിൽ ഒന്നാണ് തായ്ലൻഡ്. തായ്ലൻഡിലെ രാമകഥ, രാമകീർത്തി, രാമകീൻ എന്ന രാമകഥ, ഈ രാമകഥയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് മതപരമായ പ്രാധാന്യമില്ല, അതിന് ഭക്തികാവ്യം എന്ന പരിവേഷമില്ല. അത് മിക്കവാറും യുദ്ധകാവ്യമാണ്. 12 16 നൂറ്റാണ്ടുകൾക്കിടയിൽ തായ്ലൻഡിലെ രാജാക്കന്മാരുടെ സ്ഥാനപ്പേര് രാമരാജാവ്. ആ രാമരാജാവ് എന്ന സ്ഥാനപ്പേരുള്ള 3 കവികൾ, രാജാക്കന്മാർ തന്നെ എഴുതിയുണ്ടാക്കിയ രാമകഥയാണ് തായ്ലൻഡിലെ സാമൂഹ്യാവിഷ്കാരങ്ങളിൽ, നാടകങ്ങളിൽ, പാവകളിയിൽ, നൃത്തരൂപങ്ങളിൽ ഒക്കെ അതിപ്രബലമായിട്ട് ഇന്നുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ കാമിൽ ബുൽക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, തായ്ലൻഡിലെ ബുദ്ധക്ഷേത്രങ്ങളുടെ ചുമരുകളിൽ ചിത്രീകരിച്ചിട്ടുള്ളത് രാമകഥയാണ്. മതങ്ങളെ അതിവർത്തിച്ച് രാമകഥ പോകുന്നു. ബുദ്ധക്ഷേത്രങ്ങളുടെ ചുമരുകളിൽ രാമകഥ നിർബാധമായി ചിത്രീകരിക്കപ്പെടുന്നു. രാമൻ ഒരു ദൈവാവതാരമല്ലാതാകുന്നു, രാമായണം മതഗ്രന്ഥമല്ലാതാകുന്നു, രാമായണം യുദ്ധഗാഥയായിത്തീരുന്നു. വീരസാഹസങ്ങളുടെ വലിയ പോരാട്ടങ്ങളുടെ ഒരാവിഷ്കാര രൂപമായിട്ട് രാമായണം മനസ്സിലാക്കപ്പെടുകയും രാമായണം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അയോധ്യയിൽ രാമൻ ജനിച്ചു എന്നാണല്ലോ, അതാണല്ലോ ബാബറി മസ്ജിദ് പൊളിച്ചതിൻ്റെ അടിസ്ഥാനം. ഓർക്കാവുന്ന ഒരു കാര്യം, തായ്ലൻഡിലുണ്ട് അയോധ്യ, തായ്ലൻഡിലുണ്ട് കിഷ്കിന്ധ. അതുകൊണ്ട് അയോധ്യയിലും രാമൻ ജനിച്ചാൽ തായ്ലൻഡിലും ആവാം. തായ്ലൻഡിലും അയോധ്യ ഉണ്ട്.
അയുത്തിയ, കിഷ്കിന്ധ, കിഡ്കിൻ എന്ന പേരിൽ തായ്ലൻഡിലുണ്ട്. രാമായണത്തിലെ മിക്ക സ്ഥലങ്ങളും സന്ദർഭങ്ങളും തായ് ഭാഷയിലുണ്ട്, തായ്ലൻഡിൽ സ്ഥലങ്ങളായിട്ടുണ്ട്. കേസരി ബാലകൃഷ്ണപിള്ള പണ്ട് പറയും, ഒരു ജനത വേറൊരു സ്ഥലത്തേക്ക് കുടിയേറിയാൽ ആദ്യകാലത്ത് തങ്ങൾ വസിച്ചിരുന്ന ദേശത്തിൻ്റെ പേരും തങ്ങളുടെ നാട്ടിലെ നദികളുടെ പേര്, പർവ്വതങ്ങളുടെ പേര്, ഇതൊക്കെ പുതുതായി ചെന്ന് ചേരുന്ന പ്രദേശത്തെ സ്ഥലങ്ങൾക്ക് കൊടുക്കും. അങ്ങനെ പുതിയ സ്ഥലത്തെ പഴയ സ്ഥലത്തിൻ്റെ ഒരു റെപ്ലിക്കയായി, പകർപ്പായി മാറ്റും. അതിനെയാണ് അദ്ദേഹം സ്ഥലചലനം എന്ന് വിളിച്ചത്. സ്ഥലം ചലിക്കുകയല്ല, മനുഷ്യന്മാർ മാറും, എന്നിട്ട് സ്ഥലം മാറിയതായിട്ട് സങ്കല്പിക്കും. അതുകൊണ്ട് കേസരിക്ക് ഒരു വിചിത്രമായ രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഇപ്പൊ കാണുന്ന സ്ഥലങ്ങൾക്ക് പൂർവ്വരൂപങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പൊ ആദി കേരളം, കേരളം എന്ന് പറയുന്നത് ഇന്നറിയപ്പെടുന്ന കേരളം അല്ല, ഇതേ പേരുള്ള ഒരു കേരളം സുമാട്രയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മെസപ്പട്ടോമിയയിൽ ഉണ്ടായിരുന്നു എന്ന് പറയും. അത് വിശദീകരിക്കും. അങ്ങനെ ഒരു വിശദീകരണ രീതി കേസരിക്കുണ്ട്. 1938-ലോ 40-ലോ അദ്ദേഹം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ 3 പ്രബന്ധങ്ങൾ തുടർച്ചയായിട്ട് എഴുതി ഈ യുക്തി വെച്ച്. ആദി കേരളം, ആദി കൊങ്കണം, ആദി പരശുരാമൻ. ആദ്യ കേരളം ഇന്നത്തെ കേരളമല്ല, അതുപോലെ ആദ്യത്തെ കൊങ്കൺ ഇന്നത്തെ കൊങ്കൺ അല്ല. പരശുരാമൻ എന്ന് നാം അറിയുന്ന പരശുരാമനല്ല. പരശുരാമൻ മെസോപ്പൊട്ടോമിയയിലാണ് ആദ്യം ജനിച്ചത്, പിന്നെ ഈജിപ്തിലേക്ക് പോയി, അവിടെ നിന്ന് മാറി നമ്മുടെ നാട്ടിലേക്ക് വന്നു എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഈ 3 ലേഖനം കഴിഞ്ഞപ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ട ഹാസ്യ സാഹിത്യകാരനായിരുന്ന എം എൻ ഗോവിന്ദൻ നായർ, എം എൻ ഗോവിന്ദൻ നായർ എന്ന് പറഞ്ഞാൽ മന്ത്രിയായ ആളല്ല, നമ്മുടെ സിനിമാ സംവിധായകൻ അരവിന്ദന്റെ പിതാവുണ്ടല്ലോ, പഴയ ഹാസ്യ സാഹിത്യകാരൻ, അദ്ദേഹം ഒരു ലേഖനം അടുത്ത ആഴ്ച മാതൃഭൂമിയിൽ എഴുതി, ആദി ബാലകൃഷ്ണപിള്ള. എന്നിട്ട് ഇതേ ലോജിക്ക് വെച്ചിട്ട് എഴുതി, ആദ്യത്തെ ബാലകൃഷ്ണപിള്ള മെസപ്പൊട്ടോമിയയിലായിരുന്നു, രണ്ടാമത്തെ ബാലകൃഷ്ണപിള്ള ഈജിപ്തിലാണ്, മൂന്നാമത്തെ ബാലകൃഷ്ണപിള്ള ദാ നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പൊ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് കേസരിയുടെ അതേ ലോജിക്കിൽ എഴുതുകയുണ്ടായി. കേസരി അതൊക്കെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു കേട്ടോ. കേസരിയുടെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. തിരുവനന്തപുരത്ത് കേസരി സദസ്സ് നടത്തിയിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സദസ്സിലെ അംഗങ്ങളിൽ ഒരാളായിരുന്നു എം എൻ ഗോവിന്ദൻ നായർ. കേസരിയുടെ ചരിത്ര ഗവേഷണം പൊതുവെ ആളുകൾക്ക് ഇഷ്ടായിരുന്നില്ല. കേസരി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, എൻ്റെ ചരിത്ര ഗവേഷണം എൻ്റെ സ്വകാര്യ കിറുക്കാണ് എന്നാണ് പൊതുവെ പണ്ഡിതന്മാർ കരുതുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്യം, അദൃഷ്ടപൂർവങ്ങളായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരെ കിറുക്കന്മാർ എന്ന് വിളിക്കുന്ന പതിവ് ചരിത്രത്തിൽ എല്ലാ കാലത്തും ഉള്ളതാണ്. അതുകൊണ്ട് ഈ കിറുക്കെന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല. കിറുക്കെന്ന് പറയുന്നത് ഒരു അസാമാന്യതയുടെ അടയാളാണ്. സാമാന്യതയാണ് ബുദ്ധി, അസാമാന്യതയാണ് കിറുക്ക് എന്ന ഒരു യുക്തി കേസരിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അതിനെയൊക്കെ സന്തോഷപൂർവ്വം കാണുകയും ഇങ്ങനെ വിചിത്രങ്ങളായ ആശയങ്ങൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പൊ ഈ ഇതിഹാസ പുരുഷന്മാരൊക്കെ ചരിത്ര നായകന്മാരാണെന്നാണ് കേസരി കരുതിയിരുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പൊ മഹാവിഷ്ണു ജനിച്ച കൊല്ലം അതെല്ലാം കൃത്യമായിട്ട് പറയും. BC 4014 ജനുവരി 13 മഹാവിഷ്ണു ജനിച്ചത് എന്നൊരു ലേഖനത്തിൽ എഴുതും. അടുത്ത ആഴ്ച എഴുതും, വാസ്തവത്തിൽ ജനുവരി 13 അല്ല, ജനുവരി 17 ഇത് 13 ആയാലും 17 ആയാലും നമുക്കല്ല. ഇതിങ്ങനെയാണെന്ന് പറയണതിന് എന്താ തെളിവ്? ഗുപ്തൻ നായർ പറയും, തനിക്ക് തെളിവൊന്നുമില്ലാത്ത കാര്യമാണ് കേസരി പറയണമെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് എഴുതും. കേസരി പലയിടത്തും അങ്ങനെ എഴുതും, ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് എഴുതും. എന്തായാലും കേസരിയുടെ ചരിത്ര ഗവേഷണത്തിൽ ഇമാതിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ഉന്നയിക്കാൻ ശ്രമിച്ച മർമ്മസ്പർശിയായ ചില ചോദ്യങ്ങളുണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ചരിത്രത്തെ മനസ്സിലാക്കാൻ കൊണ്ട് നടക്കുന്ന യൂറോ കേന്ദ്രിത മാനദണ്ഡങ്ങളാണോ ചരിത്രത്തെ മനസ്സിലാക്കാൻ വേണ്ടത്? അതായിരുന്നു കേസരിയുടെ ചോദ്യം. BC AD എന്ന് നിങ്ങൾ കാലത്തെ വകതിരിക്കുന്നു. 2000 കൊല്ലം മുമ്പാണോ മനുഷ്യവംശം വഴിതിരിഞ്ഞത്? ലക്ഷോപലക്ഷം വർഷങ്ങൾ പിന്നിട്ട ജീവിപരിണാമത്തിന്റെ ചരിത്രം നമ്മുടെ ജീനുകളിൽ പ്രവർത്തിക്കുന്നു, നമ്മുടെ സംസ്കാരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നിരിക്കെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് വെച്ച് നിങ്ങളൊരു വഴിത്തിരിവുണ്ടാക്കുന്നതിനെ എങ്ങനെയാണ് കാണാൻ പറ്റുക? ഹിമയുഗങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യും? ഹിമയുഗത്തെ നിങ്ങൾ എന്ത് ചെയ്യും? മനുഷ്യവംശത്തിന്റെ കുടിയേറ്റങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യും? അതിനെ വിശദീകരിക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള അളവുകോൽ എവിടെ എന്ന ചോദ്യമായിരുന്നു കേസരി ചോദിക്കാൻ ശ്രമിച്ചത്. വേറൊരു കാലഗണനാ രീതിയൊക്കെ അദ്ദേഹം ഉണ്ടാക്കി, കൽപ്പഗണിതം എന്നൊക്കെ പറഞ്ഞിട്ട്. പോട്ടെ, ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ രാമായണത്തിൽ കാണുന്ന മിക്കവാറും എല്ലാ കഥാപാത്രങ്ങളെയും സ്ഥലങ്ങളെയും സന്ദർഭങ്ങളെയും നമുക്ക് തായ്ലൻഡിലെ രാമായണത്തിൽ കാണാം. തായ്ലൻഡ് കഴിഞ്ഞാൽ പിന്നെ രാമായണത്തിന് ഏറ്റവും പ്രചാരം കൈവന്ന മറ്റൊരു സമൂഹം ഇന്തോനേഷ്യ നിങ്ങൾക്കറിയാമല്ലോ. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ഇന്തോനേഷ്യ. അവിടെയും ഉണ്ട് രാമൻ, അവിടെയുണ്ട് രാമായണൻ. അതുകൊണ്ട് മുസ്ലിങ്ങളെ പുറത്താക്കാനായിട്ട് രാമനെ മുൻനിർത്തി ഒരു പടയോട്ടം നടത്തുമ്പോൾ രാമൻ തന്നെ മുസ്ലിമായിട്ട് ഇന്തോനേഷ്യയിൽ ജീവിച്ചിരിക്കുന്നു എന്നോർക്കുന്നത് അല്പം നല്ലതാണ്. മുസ്ലിങ്ങൾക്കിടയിൽ
അവരിലൊരാളായി, അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായി രാമൻ ജീവിച്ചിരിക്കും. നിങ്ങൾക്കറിയോ, ഗരുഡൻ എന്ന പേരിൽ ലോകത്ത് ഒരൊറ്റ വിമാന കമ്പനിയുള്ളൂ, അത് ഇന്തോനേഷ്യയുടെ എയർ സർവീസാണ്. ഗരുഡൻ ആകാശത്ത് പറക്കുന്ന ഇന്തോനേഷ്യൻ വിമാനം മാത്രമായിട്ടാണ്. ആ ഇന്തോനേഷ്യ 92% മുസ്ലിങ്ങളുള്ള ഒരു രാജ്യമാണ്. അത് നല്ലതല്ലേ? വളരെ വളരെ നല്ലതാ. കാരണം നമ്മുടേതെന്ന് നാം കരുതുന്നത് ലോകത്ത് ഏതൊക്കെ രൂപത്തിൽ ഭിന്ന ഭിന്ന പ്രകാരങ്ങളിൽ ജീവിക്കുന്നു എന്നറിയുമ്പോൾ മനുഷ്യവംശത്തിന്റെ ഈ കൈമാറ്റം നമ്മെ വിസ്മയപ്പെടുത്തും. ഹിന്ദുക്കൾ അവരുടെ എന്താ പറയുക, പക്ഷിയായിട്ട് കൊണ്ടു നടന്ന ഗരുഡനെ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യം അവരുടെ എയർ സർവീസിന്റെ പേരാക്കി മാറ്റുകയും അവരുടെ പ്രധാന പക്ഷിയായി സങ്കല്പിക്കുകയും ചെയ്യുമ്പോൾ ഈ മതങ്ങൾ എന്നൊക്കെ പറയുന്നത് ചരിത്രത്തിൽ എത്രയോ ചെറിയ കാര്യമാണ് എന്ന് നമുക്ക് ഒരുപക്ഷെ കൂടുതൽ മനസ്സിലാവും. വകതിരിവുണ്ടെങ്കിൽ. അങ്ങനെ ഒരു അടിക്കുറിപ്പ് വേണം, വകതിരിവ് വേണം. ഈ വകതിരിവ് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. അതൊരു വലിയ പ്രശ്നമാണ്. വകതിരിവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ രാമായണം കർക്കിടക മാസമാണല്ലോ. വാസ്തവത്തിൽ ഈ കർക്കിടക മാസത്തിലെ രാമായണ പാരായണം മുമ്പേ ഉള്ളതാണെങ്കിലും കർക്കിടക മാസം രാമായണ മാസമായിട്ടൊരു 3 പതിറ്റാണ്ടേ ആയിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ ആജീവനാന്തം കർക്കിടക മാസം രാമായണ മാസമൊന്നും ആയിരുന്നില്ല. അത് ആസൂത്രിതമായി ഉണ്ടാക്കിയ ഒരു പാരമ്പര്യമാണ് കർക്കിടകൻ രാമായണ മാസമാണ്. ഇന്ത്യയിലെ കേരളത്തിലെ ഒരു മധ്യവർഗ ജാതി വിഭാഗത്തിൽപ്പെട്ടവർ രാമായണം കർക്കിടകത്തിൽ വായിച്ചിരുന്നു. കർക്കിടകം പൊതുവെ കഷ്ടകാലമാണല്ലോ. അപ്പൊ പിന്നെ ദൈവത്തെയൊക്കെ ആലോചിച്ച് ഈ കഷ്ടകാലത്തെ താണ്ടുക. പണ്ട് വിജയൻ മാഷ് പറയും, നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരുതി നടുവിൽ ഞാൻ, ഈ നരകത്തിൽ നിന്ന് തന്നെ കരകയറ്റിയിടണം എന്നെല്ലാ സന്ധിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരാണ് നമ്മൾ. അത് വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. ഈ ജീവിതം ഒരു നരകമാണെന്നും ഇതിൽ നിന്ന് കരകയറണമെന്നും പ്രാർത്ഥിക്കുക എന്നത് വാസ്തവത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ചെയ്തുകൂടാത്തൊരു കാര്യമാണ്. എങ്കിലും നമ്മുടെ പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട ഒരു അംശം അതായിരുന്നു. അത് നമ്മുടെ ഒരു വിപരീത യുക്തിയാണ്. കാരണം ഈ ദുരന്തങ്ങളെ നേരിടാനുള്ള ഒരു വഴി ദുരന്തത്തെ അങ്ങോട്ട് നേരിട്ട് സ്വീകരിക്കലാണ്. മനമല്ലൽ കൊതിച്ചു ചെല്ലുകൾ തനിയെ കൈവിടും ഈർഷ്യ ദുർവിധി എന്ന് കുമാരനാശാൻ. മനസ്സ് ദുഃഖം തേടി ചെന്നാൽ പിന്നെ ദുഃഖം ഉണ്ടാവില്ല. ദുഃഖം തേടി ചെന്നാൽ ദുഃഖം ഉണ്ടാവില്ല. ദുഃഖത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിന്നാൽ ദുഃഖം നിങ്ങളെ തേടി വരും. അതുകൊണ്ട് മനമല്ലൽ കൊതിച്ചു ചെല്ലുകൾ തനിയെ കൈവിടും ഈർഷ്യ ദുർവിധി. ദുർവിധികളൊക്കെ പുറത്താക്കാനുള്ള ഒരു വഴി ദുർവിധിയെ അങ്ങോട്ട് തേടി ചെല്ലലാണ്. അതുകൊണ്ട് എജി വെൽസ്, വിജയമാഷ് പറയുന്ന ഒരു കാര്യമുണ്ട്. എജി വെൽസിന് കാഴ്ചശക്തി കുറഞ്ഞു വന്ന സമയത്ത് എജി വെൽസ് ചെയ്ത ഒരു കാര്യം കാഴ്ചശക്തിയെക്കുറിച്ച് ഗവേഷണം ആരംഭിച്ചു എന്നാണ്. അപ്പൊ ഇല്ലാതാവുന്ന കാഴ്ചയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാഴ്ച ഇല്ലാണ്ടായി എന്നുള്ളത് ഒരു പ്രശ്നമല്ലാണ്ടാവും. ബുദ്ധൻ വാസ്തവത്തിൽ ചെയ്ത കാര്യം അതാണ്. നിങ്ങൾ ഈ ദുഃഖം എന്ന് പറയുന്നത് ഈ ആഗ്രഹങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവുന്നത്. 4 പരമസത്യങ്ങളാണല്ലോ. ദുഃഖം, ദുഃഖ കാരണം, ദുഃഖ നിവാരണം, ദുഃഖ നിവാരണ മാർഗം. എന്താണ് ദുഃഖം? അത് തൃഷ്ണയാണ്. ദുഃഖ കാരണം തൃഷ്ണയാണ്. മനുഷ്യ ജീവിതം ദുഃഖമയമാണ്. ദുഃഖ കാരണം തൃഷ്ണയാണ്. തൃഷ്ണ ഇല്ലാണ്ടായാൽ ദുഃഖം ഇല്ലാണ്ടാവും. തൃഷ്ണ ഇല്ലാണ്ടാവാൻ, ദുഃഖം ഇല്ലാണ്ടാവാൻ എന്താണ് വഴി? അഷ്ടാംഗമാർഗം. സമ്യക് ജ്ഞാനം, സമ്യക് ആയോഗം, സമ്യക് ആജീവം എന്നിങ്ങനെ പറയും. അതുകൊണ്ട് ദുഃഖം ഒഴിവാക്കൂ, തൃഷ്ണ ഒഴിവാക്കൂ, ദുഃഖം ഒഴിവാകും. അങ്ങനെ പറഞ്ഞപ്പോൾ ആളുകളൊക്കെ സന്തോഷമായിട്ട് കൂടി. ബുദ്ധൻ പറയാത്തൊരു കാര്യമുണ്ട്. നല്ല ബുദ്ധിയുള്ളതുകൊണ്ട് ബുദ്ധൻ പറയാത്തൊരു കാര്യം, നിങ്ങൾ തൃഷ്ണ ഒഴിവാക്കിയാൽ ദുഃഖം ഒഴിവാകുന്നു മാത്രമല്ല, തൃഷ്ണ ഒഴിവാക്കിയാൽ പിന്നെ സുഖവും ഒഴിവാകും എന്നതാണ്. അത് പറഞ്ഞ ആള് കൂടൂല. ആള് കൂടുക ദുഃഖം ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞാൽ, ദുഃഖം ഇല്ലാണ്ടായപ്പോൾ പക്ഷേ സുഖം ഇല്ലാണ്ടായി. അതായിരുന്നു മധ്യമാർഗം. ആ മാർഗത്തിൽ കുറെ കാലം ആളുകൾ ചരിച്ചു. ബുദ്ധന്റെ വലിയ വലിപ്പം അതൊന്നുമല്ല കേട്ടോ. ഞാനങ്ങനെയാണ് കാണുന്നത്. ബുദ്ധന്റെ വലിപ്പം കരുണയാണ്. കരുണ എന്നുള്ള ആശയത്തെ നമ്മുടെ ദൈവബോധത്തിൻ്റെയും അധ്യാത്മവിചാരത്തിൻ്റെയും കേന്ദ്രത്തിൽ ഉറപ്പിച്ചു എന്നുള്ളതാണ് ബുദ്ധന്റെ വലിയ മഹത്വം. സാമൂഹികമായിട്ടാണെങ്കിൽ ജാതിയെ പുറത്താക്കാൻ ശ്രമിച്ചു എന്നത്, ആത്മീയതയിൽ കാരുണ്യത്തെയും സമൂഹത്തിൽ ജാതിയെയും, അതിനെയാണ് ബുദ്ധൻ അഭിസംബോധന ചെയ്തത്. ജാതി ഇല്ലാത്തൊരു സമൂഹം, ദൈവബോധം കാരുണ്യമായി പ്രവർത്തിക്കുന്ന ഒരു സമൂഹം, അതിൽ മാത്രമേ ദൈവത്തിന് അർത്ഥം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ശങ്കരാചാര്യരെ പോലെ ഒരാളെ കുറിച്ച് പറയുമ്പോൾ വിവേകാനന്ദൻ പറയുന്നൊരു വാക്യമുണ്ട്. ശങ്കരനെ നോക്കൂ, എന്തൊരു ബുദ്ധി, എന്തൊരു പാണ്ഡിത്യം, എന്തൊരു തർക്കശേഷിയാണ്, പക്ഷെ കാരുണ്യമില്ല. കാരുണ്യമില്ല. കാരുണ്യമില്ലാത്ത ദൈവത്തെ കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല കേട്ടോ. കരുണയിലാണ് ദൈവം പ്രവർത്തിക്കുക. അതാ ഗാന്ധിജി പറഞ്ഞത്. ഒറ്റ വാക്കേ ഉള്ളൂ. അത് ബുദ്ധൻ തുടങ്ങി വെച്ച വാക്കാണ്. അരുത്, ഹിംസയോടാ, അരുത്.
ഈ അരുതിലാണ് രാമായണം, അരുതിലാണ് ജഗതാനന്ദകാരകൻ, അതിലാ വസിക്കുന്നത്. അത് തുടങ്ങിയത് ബുദ്ധനിൽ നിന്നാണ്. അത് വലിയൊരു പാരമ്പര്യമാണ്. ഞാൻ പറയുന്നത് രാമായണം ബുദ്ധകൃതിയല്ല, പക്ഷെ ബൗദ്ധ പാരമ്പര്യം ജന്മം നൽകിയ ഏറ്റവും മഹിതമായ ആശയത്തിനുള്ളിലാണ് ഈ രാമായണത്തിന്റെ ഹൃദയം നിലകൊള്ളുന്നത്. അത് ഹിംസയ്ക്കെതിരായ കരുണയുടെ മഹാസന്ദേശമാണ്. അങ്ങനെയാണ് അത് മനസ്സിലാക്കുമ്പോൾ ഏറ്റവും മഹത്വപൂർണമായി അതിനെ മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെ തന്നെ മനസ്സിലാക്കണമെന്ന് വാശിയൊന്നുമില്ല. മറിച്ച് ഈ രാവണന്റെ 10 തല അറുത്ത് കളഞ്ഞ ഒരു പരാക്രമിയാണ് രാമൻ എന്നും ഒരാൾക്ക് മനസ്സിലാക്കാം. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കഥ എന്താണെന്ന് വെച്ചാൽ, പണ്ടൊരു അമ്മാവൻ മരുമോനുണ്ടായിരുന്നു. അപ്പോൾ മരുമോൻ ഭയങ്കര തെമ്മാടിയായിരുന്നു. അപ്പം ഈ തെമ്മാടിയായ മരുമോൻ അമ്മാവനുമായിട്ട് ഭയങ്കര ചണ്ടയാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഭാഗവതം വായിക്കാൻ തുടങ്ങി. അപ്പം അമ്മാവന് സന്തോഷമായി. ഭാഗവതം വായിക്കാണല്ലോ, നന്നാവണേൻ്റെ ലക്ഷണം, നന്നാവുന്നല്ലോ. ഭാഗവതം വായിച്ചു കഴിഞ്ഞപ്പോൾ അമ്മാവൻ മരുമോനോട് ചോദിച്ചു, ഭാഗവതം കഴിഞ്ഞു, എന്തു മനസ്സിലായി? അപ്പം മരുമോൻ പറഞ്ഞു, വേണമെങ്കിൽ അമ്മാവനെയും കൊല്ലാം എന്ന് മനസ്സിലായി. അതാണ്, ഇതും ഒരു വായനയാണ്. നിങ്ങൾക്ക് അത് തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. മഹാഭാഗവതത്തിൽ അങ്ങനെയുണ്ട്. അതുപോലെ രാമായണം എന്നുള്ളത് ഈ കാരുണ്യത്തിന്റെ കവിതയല്ല, അത് രാവണന്റെ ശിരസറുത്തതിന്റെ കഥയാണെന്ന് ഒരാൾ വായിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ വായന ഒരു സംസ്കാരത്തെ വിഴുങ്ങാൻ തുടങ്ങുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് എന്ന് പറയേണ്ടതുണ്ട്, അരുത്. അരുത് എന്ന് പറയാനാണ് ഈ സമ്മേളനം ചേർന്നത്. രാമകഥ പറയാനല്ല, ഈ അരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതായിരുന്നല്ലോ ഇതിൻ്റെ ഹൃദയം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ, ഇങ്ങനെ ഭിന്ന പ്രകാരങ്ങളിൽ രാമായണം ജീവിക്കുന്നു. ഇപ്പൊ സന്താളുകളുടെ രാമായണം, ഇന്ത്യയിലെ നാടോടി രാമായണങ്ങളിലൊന്നാണ് സന്താളുകൾ. സന്താൾ നർത്തകർ ONV വലിയ കവിതയാണല്ലോ, പാടുന്നു സന്താൾ നർത്തകർ. ഈ സന്താളുകളുടെ കഥയിൽ സീത ഇന്നത്തെ നിലക്ക് പറഞ്ഞാൽ അവിശ്വസ്തയായ ഒരു ഭാര്യയാണ്. രാമനോട് കൂറു പുലർത്താതെ ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ കഥയായിട്ട് സീതയുടെ കഥയെ ആവിഷ്കരിക്കുന്നു. കുമാരനാശാൻ പിന്നെ പറഞ്ഞില്ലേ, അനിയന്ത്രിതമായി ചിലപ്പോഴേ മനമോടാത്ത കുമാർഗമില്ലടോ എന്ന് പറയുന്നല്ലോ. അങ്ങനെ ഉള്ള ഒരു കഥാപാത്രമായിട്ട് സന്താളുകൾ സീതയെ കാണുന്നു. ഞാൻ പറഞ്ഞത് രാമായണത്തിന്റെ ഭിന്ന വ്യവഹാരങ്ങളിലേക്ക് നോക്കൂ. ഓരോ വ്യവഹാരത്തിലും ഓരോ കഥാപാത്രങ്ങൾ കേന്ദ്രത്തിൽ വരുന്നു. വാൽമീകി രാമായണത്തിൽ രാമൻ കേന്ദ്രത്തിൽ വരുന്നു, രാമചരിതമാനസത്തിലും രാമൻ കേന്ദ്രത്തിൽ വരുന്നു. വിമലസൂലിയുടെ രാമായണത്തിലും തായ് രാമായണത്തിലും രാവണൻ പ്രധാനിയായിത്തീരുന്നു. 64 ശലാകാപുരുഷന്മാരിൽ ഒരാളായിട്ട് ഉയർന്നു വരുന്നു. അയാളുടെ ജന്മപരമ്പരകളുടെ, അയാളുടെ വീരസാഹസങ്ങളുടെ കഥയായിട്ട് ആ വിമലസൂരിയുടെ രാമായണം തായ് രാമായണം മാറുന്നു. കന്നഡ രാമായണത്തിൽ, അത്ഭുത രാമായണത്തിൽ, ശതകാനന്ദ രാവണ കഥയിലൊക്കെ കേന്ദ്ര കഥാപാത്രം രാമനുമല്ല രാവണനുമല്ല, അത് സീതയാണ്. സീതയെ കേന്ദ്രീകരിച്ച് രാമായണം വരുന്നു. കമ്പനും തുളസീദാസും എഴുത്തച്ഛൻ എഴുതുമ്പോൾ ഭക്തിപ്രസ്ഥാനം ജന്മം നൽകിയ രാമായണ പാഠങ്ങൾ പൊതുവിൽ വാൽമീകിയുടെ രാമനെയല്ല, രാമൻ എന്ന ദൈവാവതാരത്തിലേക്ക് രാമനെ മാറ്റുന്നു. ഇങ്ങനെ ഓരോ ആഖ്യാനത്തിൻ്റെയും കേന്ദ്രത്തിൽ ഓരോ കഥാപാത്രം ഉയർന്ന് വരുന്നു. മുഖ്യ കഥാപാത്രങ്ങൾ ഓരോ വ്യവഹാരത്തിലും ഓരോന്നായിരിക്കുന്നു. ഒരു സങ്കല്പത്തെ മുറുകെ പിടിക്കുന്ന ഒരാൾക്ക് മിക്കവാറും വെറുപ്പ് തോന്നാവുന്ന മട്ടിൽ മറ്റൊരു സങ്കല്പം പ്രധാനമായിരിക്കുന്നു. നിങ്ങൾ രാമകേന്ദ്രിതമായിട്ടാണ് രാമായണം മനസ്സിലാക്കിയതെങ്കിൽ വിമലസൂരിയുടെ പൗമചര്യം വായിച്ചാൽ നിങ്ങൾക്കതിനോട് വെറുപ്പ് തോന്നും. പക്ഷേ വെറുത്തിട്ട് കാര്യമില്ല. ഇന്ത്യ ജന്മം നൽകിയ രാമായണത്തിൽ പൗമചര്യവുമുണ്ട്, ദശരഥ ജാതകമുണ്ട്, സന്താളുകളുടെ രാമായണമുണ്ട്, ശതകാനന്ദ രാവണ കഥയുണ്ട്, അത്ഭുത രാമായണമുണ്ട്. ഇതിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു സങ്കല്പരാശിയിൽ വിശ്വസിച്ച ഒരാൾക്ക്, ഒരു സങ്കല്പരാശിയിൽ നിലകൊള്ളുന്ന ഒരാൾക്ക് മറ്റൊരു സങ്കല്പരാശി വെറുപ്പോ അങ്ങേയറ്റം അസ്വീകാര്യമോ ആയി തോന്നാവുന്ന മട്ടിൽ ചെതറിയ ഒന്നാണ് രാമകഥയുടെ ഇന്ത്യൻ ജീവിതം, അല്ലെങ്കിൽ അതിൻ്റെ ലോക ജീവിതം എന്ന് പറയാം. അതുകൊണ്ട് രാമായണ പാഠം എന്ന് പറയുന്നത് സുനിശ്ചിതമായ ഒരു ഏകപാഠമായിട്ടല്ല, അനിശ്ചിതമായ പാഠബാഹുല്യങ്ങളായിട്ടാണ് ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഒരുപക്ഷെ ലോകത്തിപ്പോഴും രാമായണം ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കുന്നുണ്ട്. ആ ജീവിതകഥ പക്ഷേ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിൽ നമ്മുടെ രാമായണ ബോധ്യത്തിൽ നിന്ന് പതിയെ പതിയെ പിൻവാങ്ങിയിരിക്കുന്നു. പാണ്ഡിത്യത്തിന്റെ മണ്ഡലത്തിൽ മുമ്പ് അത് നിലനിന്നിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, കാമിൽ ഗുൽക്കെ ഏതാണ്ട് അക്കാഡമിയുടെ പുസ്തകം നോക്കി അറിയാം, ഏതാണ്ട് 1000-ഓളം പേജുകളിൽ അതിവിസ്തൃതമായി ഓരോ കഥാപാത്രങ്ങളും എങ്ങനെ
രാമായണങ്ങളിൽ വ്യത്യസ്തമായിരിക്കുന്നു, ഓരോ പ്രദേശങ്ങളിലും രാമായണം ഏത് നിലയിൽ വന്നിരിക്കുന്നു എന്ന് ഒരു ഗവേഷണ പ്രബന്ധത്തിന് ആകാവുന്ന അത്ര വിശദാംശങ്ങളോടെ അദ്ദേഹം എഴുതി അന്നൊരലോസരവും ഉളവാക്കിയില്ല. പക്ഷേ ആ കാമിൽ ബുൽക്കയെ മുൻനിർത്തി 990 രാമാനുജന്റെ 300 രാമായണങ്ങൾ പാഠപുസ്തകത്തിലേക്ക് വന്നപ്പോൾ അത് അങ്ങേയറ്റം അസ്വീകാര്യമായി തീരുകയും അത് പിൻവലിക്കേണ്ട ഒന്നായി തീരുകയും അത് ദേശപാരമ്പര്യത്തെ തമസ്കരിക്കുന്ന അപമാനിക്കുന്ന ഒന്നായി തീരുകയും ദേശപാരമ്പര്യം ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഒരേകപാഠമാണ് എന്ന കെട്ടുകഥ വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അനന്ത വൈവിധ്യങ്ങളെ വിഴുങ്ങുകയും ചെയ്യുന്ന നിലയിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് വാസ്തവത്തിൽ രാമായണത്തെ മുൻനിർത്തി നാം ഇന്ന് ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, രാമായണത്തെ ഒരു മഹാകാവ്യമായി നിങ്ങൾ സങ്കല്പിച്ചാൽ ആ കാവ്യത്തിൻ്റെ ഹൃദയം എന്താണ് എന്ന ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കുകയും അതിൻ്റെ അവസാനത്തെ ഉത്തരം അരുത് എന്നുള്ള ഹിംസയ്ക്കെതിരായ വിലക്കാണെന്ന്, കാരുണ്യത്തിൻ്റെ ഒരു മഹാഗാഥയായിട്ടാണ് രാമായണം നിലനിൽക്കുന്നത് എന്ന് നമ്മുടെ രാമായണ ബോധ്യത്തിൽ അതിനെ ഉറപ്പിച്ചെടുക്കുകയും വേണം. ജഗദാനന്ദകാരകനായ മര്യാദാ പുരുഷോത്തമനായ ഗുണവാനും വീര്യവാനും ധർമ്മിഷ്ഠനും ബലിഷ്ഠനുമായ ഒരുവന്റെ കഥയായി രാമായണ കഥയെ, രാമായണത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് ഒരു കാര്യം. മറ്റൊന്ന്, രാമായണത്തിൻ്റെ അനന്തഭേദങ്ങൾ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും സൗത്ത് ഏഷ്യയിലും ദക്ഷിണേഷ്യയിലുടനീളം നിലനിന്നിരുന്നു എന്നും അവിടെയൊക്കെ അതിപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്നും ആ വൈവിധ്യം വാസ്തവത്തിൽ ഇന്ത്യ ജന്മം നൽകിയ ഒരു കഥാതന്തുവിൻ്റെ ലോകവ്യാപനത്തിൻ്റെ കഥയാണ് എന്ന തിരിച്ചറിവോടെ സംസ്കാരത്തിൻ്റെ ഈ വിനിമയശേഷിയിൽ നമ്മൾ കുറെ കൂടി വിനീതരാകേണ്ടതുണ്ട്. നമ്മുടേതെന്ന് നാം കരുതുന്നത് വാസ്തവത്തിൽ നമ്മുടേത് മാത്രമല്ലെന്നും വാസ്തവത്തിൽ മനുഷ്യ ജീവിതം എന്നത് അനന്തവും അവിരാമവുമായ പങ്കുവയ്പ്പുകളുടെ കഥയാണ് എന്നും നാം രാമായണത്തെ മുൻനിർത്തി മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പങ്കുവയ്പ്പാണ്, കൂടിക്കലരലാണ്, ഒറ്റക്ക് നിൽക്കലല്ല, മറിച്ച് കൂടിക്കലർന്നുകൊണ്ടേയിരിക്കലാണ്. ഈ കൂടിക്കലരലിനെ നമ്മുടെ ഹൃദയാനുഭവമാക്കി മാറ്റാനുള്ള ഒരു പ്രേരണയായി രാമായണത്തിൻ്റെ ചരിത്ര ജീവിതത്തെ മനസ്സിലാക്കുക എന്നതാണ് രണ്ടാമത്തെ ഒരു കാര്യം. ഈ 2 തത്വങ്ങളിലാണ് രാമായണത്തെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുക. അതിൽ നിന്ന് ഭിന്നമായതിലേക്കൊക്കെ സഞ്ചരിക്കുമ്പോൾ രാമായണത്തിന് നമ്മെ വിഭാഗീയമായി വഴിതിരിച്ചു വിടാനുള്ള ശേഷി കൈവരും. ആ ശേഷിയെ ചെറുക്കാനാണ് ഗാന്ധിജി ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ ശേഷിയെ ചെറുക്കാനാണ് എഴുത്തച്ഛൻ പോലും ശ്രമിച്ചത്. എഴുത്തച്ഛൻ പോലും ശ്രമിച്ചത് അതാണ്. എഴുത്തച്ഛനിൽ പോലും നിങ്ങൾക്ക് അന്തിമമായി ഈ ധാർമ്മികതയുടെ ഒരു മൂല്യത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നത് കാണാൻ പറ്റും. എഴുത്തച്ഛൻ നീതിയെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠയെ അദ്ദേഹം തൻ്റെ കവിതയുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് കാണാൻ പറ്റും. അത് നാം കാണാതിരുന്നുകൂടാ. കവിത അന്തിമമായി, സാഹിത്യ അന്തിമമായി നൽകുന്ന ബോധ്യം വാസ്തവത്തിൽ നീതിയെക്കുറിച്ചുള്ള ബോധ്യമാണ് എന്ന് പറയും. വാസ്തവത്തിൽ എങ്ങനെയാണ് സാഹിത്യവും മതവും തമ്മിൽ കൈകോർക്കുന്നത്? അല്ലെങ്കിൽ സാഹിത്യവും മതവും രാഷ്ട്രീയവും കൈകോർക്കുന്ന ഒരൊറ്റ ബിന്ദു ഏതാണ്? അത് നീതിയാണ്. ഏറ്റവും ഉയർന്ന ആത്മീയതയുടെ ലക്ഷ്യം നീതിയാണ്. ഏറ്റവും ഉയർന്ന രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യവും നീതിയാണ്. ഉന്നതമായ മതബോധത്തിൻ്റെ അവസാന പടവ് നീതിയാണ്, നീതിയിലേക്കാണ്. ആ നീതിയാണ് കുമാരനാശാൻ ചിന്താവിഷ്ടയായ സീതയിൽ ആരായാൻ ശ്രമിച്ചത്. ഉണ്ടോ ഈ നീതി? ഈ നീതി ഉണ്ടോ എന്ന വലിയ ചോദ്യം ആശാൻ ഉയർത്തുന്നു. എന്നോട് കാണിച്ചത് ശരിയാണോ? പടുരാക്ഷസ ചക്രവർത്തി എന്നുടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ? എൻ്റെ ഉടൽ മോഹിച്ച രാക്ഷസൻ ഉണ്ടായിരുന്നു, ഞാനാണോ കുറ്റവാളി? എനിക്ക് വലിയൊരു ചോദ്യമാണ് കേട്ടോ. വാസ്തവത്തിൽ ആ ചോദ്യത്തെക്കുറിച്ച് പറയാവുന്നത് 1 നൂറ്റാണ്ടായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഓരോ ദിവസവും വലുതായിക്കൊണ്ടിരിക്കും. കാരണം ഈ നാട്ടിലെ ഏത് പെൺകുട്ടിക്കും എല്ലാ ദിവസവും ചോദിക്കാവുന്ന ചോദ്യമായി അത് മാറി. പടുരാക്ഷസ ചക്രവർത്തി എന്നുടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ? രാമായണത്തിൻ്റെ അവസാന ശ്ലോകമുണ്ട്. ആ ശ്ലോകത്തിലെത്തുമ്പോൾ രാമായണത്തിൻ്റെ അല്ല, ചിന്താവിഷ്ടയായ സീതയുടെ അവസാന ശ്ലോകം, രാമനെ ആശാൻ വിശേഷിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്, അനിശയക്ലാന്താസ്യൻ. ഒരുപക്ഷെ മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും മഹനീയമായ ശ്ലോകമാണ് കേട്ടോ ചിന്താവിഷ്ടയായ സീതയുടെ അവസാന ശ്ലോകം. വലിയൊരു സംഭവ പരമ്പരയെ ഒരൊറ്റ ശ്ലോകത്തിലേക്ക് ആശാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. വാൽമീകിയുടെ ആശ്രമത്തിൽ നിന്ന് വാൽമീകിയോടൊപ്പം പുറപ്പെട്ട് രാമന്റെ കൊട്ടാരത്തിലെത്തി, സഭാമധ്യത്തിലെത്തി, രാമനെ കണ്ട് രാമനെ നോക്കി ഭൂമി പിളർന്ന് അന്തർധാനം ചെയ്യുന്ന സീത.
ഇത്രയും കാര്യങ്ങൾ മുഴുവൻ ഒറ്റ ശ്ലോകത്തിലുണ്ട്. അത് ആശാന്റെ അസുലഭമായ കാവ്യവൈഭവത്തിന്റെ അടയാളം പോലെ ആ ശ്ലോകം നമുക്ക് മുമ്പിലുണ്ട്. വേണ്ടാ ഖേദമെടോ സഖേ വരികയെന്നോതും മുനീന്ദ്രന്റെ കാൽത്തണ്ടാർ നോക്കി നടന്ന് അധോവദനയായി ചെന്ന സഭാവേദിയിൽ മിണ്ടാതന്തികത്തെത്തി ഒന്നനിശയക്ലാന്താസ്യനാം കാന്തനെ കണ്ടാൽ പൗരസമക്ഷം അന്നിലയിലീ ലോകം വെടിഞ്ഞാൽ സതി. ദുഃഖം വേണ്ട എന്ന് പറയുന്ന വാൽമീകിയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് രാമന്റെ കൊട്ടാരത്തിലെത്തി അനിശയക്ലാന്താസ്യനാം കാന്തനെ, ദുഃഖഭരിതനായ രാമനെ കണ്ടാൽ പൗരസമക്ഷം, രാമനെ കണ്ടിട്ട് സീത കണ്ണീരൊഴുക്കിന്നല്ല, സീത രാമന്റെ കാൽക്കൽ വീണു എന്നല്ല, കല്ലോലമാല ചാർത്തി എന്നല്ല, ആലിംഗനം ചെയ്തു എന്നല്ല, കണ്ടാൽ പൗരസമക്ഷം അന്നിലയിലീ ലോകം വെടിഞ്ഞാൽ സതി. അഭിമാനിനിയായ ഒരു ഭാര്യയ്ക്ക്, ആശാൻ അത് ഉപയോഗിക്കുന്ന വാക്കാണ് അഭിമാനിനിയാം സ്വകാന്ത. ആശാനാണ് ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യമായിട്ടൊരു സ്ത്രീയെ അങ്ങനെ വിശേഷിപ്പിച്ചത്, അഭിമാനിനി. ഇനിയും വരാനിരിക്കണ മൂല്യമാണ് കേട്ടോ, അഭിമാനിനി. ഈ അഭിമാനിനിയായ ഒരു സ്ത്രീ താൻ ഇത്രകാലം ജീവിച്ച ജീവിതത്തിന്റെ മഹത്വത്തെ മുഴുവൻ കാൽക്കാശിന്റെ വിലയില്ലാതെ ആട്ടിപ്പുറത്താക്കിയ ഒരു മനുഷ്യന്റെ മുമ്പിലെത്തുന്നു. അവൻ ആ കൊട്ടാരത്തിലെത്തുന്നു, തന്നെ അപവദിച്ച പൗരസമൂഹത്തിന്റെ മുമ്പിലെത്തുന്നു. ആ പൗരസമൂഹത്തെ രാമനെ തല ഉയർത്തി നോക്കുന്നു. കണ്ടാൽ പൗരസമക്ഷം അന്നിലയിൽ ഈ ലോകം വെടിഞ്ഞാൽ. ഈ പൗരസദസ്സിന്റെ മുമ്പിൽ, ഈ പൗരസമൂഹത്തിന്റെ മുമ്പിൽ അഭിമാനമുള്ളൊരു സ്ത്രീക്ക് എന്ത് ചെയ്യാൻ ബാക്കിയുണ്ട് എന്നതിൻ്റെ ഉത്തരം കൂടിയാണ് ആശാന്റെ സീത. പൗരസമക്ഷം അന്നിലയിൽ ഈ ലോകം വെടിഞ്ഞാൽ. അതുകൊണ്ട് സീതാകാവ്യത്തിൽ എത്തുമ്പോഴേക്കും ആശാന്റെ രാമായണത്തിലെ സീത എന്തായി തീർന്നു, രാമായണം എന്തായി തീർന്നു എന്ന് ചോദിച്ചാൽ, രാജാധിപത്യവും പുരുഷാധികാരവും ചേർന്ന് നൂറ്റാണ്ടുകളായി കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്ന ഇന്ത്യൻ സ്ത്രീ ജീവിതത്തിന്റെ അഭിമാനബോധത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആദ്യ പടവായി ആശാന്റെ സീതാകാവ്യം മാറുന്നു. നമ്മുടെ രാമായണ ജീവിതത്തിന്റെ അവസാന പടവുകളിൽ ഒന്ന് അവിടെയാണ്. അതുകൊണ്ട് രാമായണം ഒന്നല്ല, രാമായണം ബഹുസഹസ്രങ്ങളായി നമ്മുടെ സംസ്കാരത്തിൻ്റെ ഓരോ സന്ദർഭത്തിലും ഓരോ നിലയിൽ പ്രവർത്തിച്ച് മാപ്പിള രാമായണം വരെയായി നമ്മുടെ ജീവിതത്തിൻ്റെ കീഴ്ത്തട്ടിലേക്കും, വാൽമീകി രാമായണം വരെയായി സംസ്കൃതബദ്ധമായ ഒരു ഏകപാഠ രൂപമായി അത് ജീവിതത്തിൻ്റെ സവർണമായ മേൽത്തട്ടിലേക്കും, ഇതിൻ്റെ മധ്യരൂപങ്ങളിൽ പ്രാദേശിക ഭാഷകളിൽ നാനാക്രമങ്ങളിൽ പ്രവർത്തിച്ച് ഒരു ജനതയെ മുഴുവൻ വലയം ചെയ്യുന്ന ഒരു തന്തുവായി, ഒരു സംസ്കാര സഞ്ചയമായി രാമായണം നിലനിൽക്കുന്നു. അത് ഈ ജനതയുടെ സംസ്കാരത്തിൻ്റെ വൈവിധ്യങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും പല നിലയിൽ ഉൾക്കൊള്ളുന്ന ഒരു പാഠമായിട്ടാണ് നിലനിൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവാണ് അരുത് എന്ന ആദ്യ വിലക്കിനോട് ചേർന്ന് നിന്ന് നമുക്ക് രാമായണത്തെ മനസ്സിലാക്കുമ്പോൾ ഒന്നാമതായി മനസ്സിലാക്കാൻ കഴിയുക എന്നാണ് ഞാൻ കരുതുന്നത്. നമസ്കാരം.